ഓക്കെ, എവിടെയായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നേ? ഒന്ന് ഓർമ്മിപ്പിച്ചേ. സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയോ? ആ കംപ്ലീറ്റ് ആയില്ലല്ലോ. ആയോ? ടൈപ്സ് ഓഫ് ഡോക്യുമെന്റ്സിൽ 2 ഡോക്യുമെന്റ്സ് 13 ഡോക്യുമെന്റ്സ് എടുത്തുള്ളൂ, അതിനുശേഷം എടുത്തോ? നറേറ്റീവ് ഡോക്യുമെന്റ്, ക്യുമുലേറ്റീവ് ഡോക്യുമെന്റ്. അതൊക്കെ എടുത്തോ? ടൈപ്സ് ഓഫ് ഡോക്യുമെന്റ്സ് എടുത്തല്ലോ. അതായത് എങ്ങനെയാണ് റെക്കോർഡ് തയ്യാറാക്കുന്നത് എന്ന് വരെ എത്തിയോ? എന്റെ ഓർമ്മയില് മിസ് പറഞ്ഞിടത്താണ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചത്. പക്ഷെ ഞാൻ കുറെ ക്ലാസ് ഇടക്ക് മിസ്സായതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാതിരിക്കുന്നത്. ഞാൻ അതുവരെയാണ് മാർക്ക് ചെയ്ത് വെച്ചത്. പിന്നെ മിസ് കുറെ ആയല്ലോ മിസ്സിന്റെ ക്ലാസ് കിട്ടിയിട്ട്. എവിടെയാണ് തസ്നീം അടയാളപ്പെടുത്തത്? ഞാൻ പറഞ്ഞത് മിസ് പറഞ്ഞത് വരെ 13ാമത്തെ സ്കൂൾ കലണ്ടർ വരെ. അല്ല, അത് കഴിഞ്ഞതിന് ശേഷം സഞ്ചിതരേഖ ക്യുമുലേറ്റീവ് ഡോക്യുമെന്റ് അതുവരെ എല്ലാം എടുത്ത് നറേറ്റീവ് ഡോക്യുമെന്റും ക്യുമുലേറ്റീവ് ഡോക്യുമെന്റും എവിടോ ഒരു ക്ലാസ് മിസ്സായതായിട്ട് എന്റെ ഓർമ്മയിലുണ്ട്. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, കേട്ടില്ല. ശരി, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അപ്പൊ ക്യുമുലേറ്റീവ് അതുപോലെ നറേറ്റീവ് ഡോക്യുമെന്റ് ഞാൻ മുന്നേ പറഞ്ഞു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അവിടുന്ന് വരാനുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒന്ന് എന്താണ് പറയും, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയും. ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് പറയും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അതായത് വാട്ട് ഈസ് ക്യുമുലേറ്റീവ് റെക്കോർഡ്, അല്ലെങ്കിൽ ഡോക്യുമെന്റ്, അല്ലെങ്കിൽ നറേറ്റീവ് ഡോക്യുമെന്റ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ റെഡി ആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് നോട്ടിൽ എഴുതി വെക്കണം കേട്ടാ. അതായത് നറേറ്റീവ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാല് കുട്ടികളുടെ ബിഹേവിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അതുപോലെ ക്യുമുലേറ്റീവ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ എന്താണ്, ഓൾ എബിലിറ്റീസ് ഓഫ് ചൈൽഡ്, എല്ലാ കഴിവുകളും ആണ് അവിടെ പറയുന്നത്. പക്ഷെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നേരെ തിരിച്ചിട്ടാണുള്ളത്. ലീവ് ആയവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഉപഖ്യാന രേഖ അഥവാ നറേറ്റീവ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ക്ലാസ് മുറിക്ക് അകത്തും പുറത്തും ശിശുക്കൾ പെരുമാറുന്ന രീതി, അതാണ് ഏത് നറേറ്റീവ് ഡോക്യുമെന്റ്. മൈൻഡിൽ ഫിക്സ് ചെയ്ത് വെക്കുക. ടെക്സ്റ്റിൽ അത് ചേഞ്ച് ആയതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് മാറിപ്പോകും. കുറെ ആൾക്ക് മാറിപ്പോയ ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ശരി, ഇനി അടുത്ത നോക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഇതായിരിക്കും. ഉപഖ്യാന രേഖയും സഞ്ചിത രേഖയും തമ്മിലുള്ള ഡിഫറൻസ്. അങ്ങനെ ക്വസ്റ്റ്യൻ വന്ന് നിങ്ങൾ രണ്ടും അങ്ങ് എഴുതി കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അത്രേ പണിയുള്ളൂ. അത് ഭയങ്കരമായിട്ട് നിങ്ങളുടേതായ ഭാഷയിലോട്ടേക്ക് ഇതാക്കാനൊന്നും നിൽക്കണ്ട. ജസ്റ്റ് എന്ത് ചെയ്യണോ, രണ്ടും അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, ഡിഫൈൻ ചെയ്ത് കൊടുക്കുക കേട്ടാ. ആ രണ്ട് പാരഗ്രാഫും കൂടിയിട്ട് എഴുതുക. ഇപ്പൊ നമ്മള് പൊതുവെ ഒരു താരതമ്യം ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെ ചെയ്യലല്ലേ. അത് ആദ്യത്തെ ഒന്ന് എഴുതിട്ട് പറയും എന്നാൽ എന്ന് പറഞ്ഞിട്ട് അടുത്തത് എഴുതും അല്ലെ. അങ്ങനെയല്ല പൊതുവെ ചെയ്യാ. ഇംഗ്ലീഷിലാണ്, ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റ് ഇംഗ്ലീഷിൽ എഴുതാണെങ്കിൽ ജസ്റ്റ് അത് രണ്ടിന്റെ ഹെഡിങ് കൊടുത്ത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. പക്ഷെ അവിടെ നമ്മൾ ഡിഫറൻസ് എന്താന്നുള്ളത് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടാ. അടുത്തത് ഞാൻ ഒരു മാതിരി ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓൺ ചെയ്യാത്തത് കേട്ടാ. സോറി ഗൈസ്, നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഓൺ ചെയ്തിട്ടൊക്കെ ഇരിക്കാം. അത്രയും അലമ്പാണേ. നെക്സ്റ്റ് അതുപോലെ അതത്രേ ഉള്ളൂ. അവിടെ അങ്ങനെയുള്ള രണ്ട് ക്വസ്റ്റ്യനാ വരാം. പിന്നെ അടുത്ത് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെവലപ്മെന്റ് റെക്കോർഡാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് അല്ലെ. സോറി, അടുത്ത പാരഗ്രാഫ് വരുന്നത്. ഇത് ശിശുക്കളുടെ പുരോഗതിയെ സംബന്ധിക്കുന്നതാണ്. കുട്ടികളുടെ പ്രോഗ്രസ് അല്ലെ, അവരുടെ ഓരോ പുരോഗതിയെ കുറിച്ചിട്ടും അപ്പപ്പ എഴുതി വെക്കണ റെക്കോർഡാണ് ഡെവലപ്മെന്റ് റെക്കോർഡ്. ശിശുക്കളുടെ വളർച്ച ഇതിൽ എന്തൊക്കെ വരും എന്നുള്ളത് നോക്കിക്കോ. അവരുടെ വളർച്ച, താല്പര്യം, അഭിരുചി, വ്യക്തിത്വം, സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള താല്പര്യം എന്നിവയെല്ലാം ഈ റെക്കോർഡിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് ഒരു കുട്ടിയെ കുറിച്ച് A to Z ഇതിൽ വരും. ഓക്കെ, അവന്റെ ഓരോ പുരോഗതി, അതിലുള്ള ചേഞ്ചസും ഇതിൽ വരണം കേട്ടാ.
മാനസിക വളർച്ച, ബുദ്ധിപരമായ കഴിവ്, കായിക ശേഷി എന്ന് തുടങ്ങുന്ന കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടും. ഓക്കെ, ഡെവലപ്മെന്റ്സ് ഓഫ് ചൈൽഡ് ആണ് ഇതിൽ വരിക കേട്ടോ. ഡെവലപ്മെന്റ്സ് ഓഫ് ചൈൽഡ് ആണ് ഇതിൽ വരിക. നിങ്ങൾക്ക് എന്തിൽ വരും എന്നറിയോ ക്വസ്റ്റ്യന്? മറ്റേ എന്താണ്, മാച്ച് ദ ഫോളോയിങ് പറഞ്ഞില്ലായിരുന്നോ? നിങ്ങൾക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ ആക്കും. എങ്ങനെ കൺഫ്യൂഷൻ ആക്കാന്നറിയോ? ഇപ്പുറത്തെ ക്യുമുലേറ്റീവ് റെക്കോർഡ് കൊടുക്കും. ഓക്കെ, ഡോക്യുമെന്റ് കൊടുക്കും. ക്യുമുലേറ്റീവ് ഡോക്യുമെന്റ് എന്ന് കൊടുത്തിട്ട് അപ്പുറത്ത് ഓൾ എബിലിറ്റീസ് ഓഫ് ചൈൽഡ് എന്ന് കൊടുക്കും. ഇപ്പുറത്ത് ഡെവലപ്മെന്റൽ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതാണോ ഇതിന് കണക്ട് ആവാ മറ്റേതാണോ എന്നുള്ളൊരു ഡൗട്ട് വരാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഒന്ന് വെയിറ്റ് ചെയ്യണേ. എന്താ വരാന്നറിയോ മക്കളെ? ചിൽഡ്രൻസ് ഓക്കെ, ചിൽഡ്രൻസ് ഗ്രോത്ത് ആൻഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതായിരിക്കും ഇതിന് മാച്ച് ആവുക. അവിടെ ഓൾ എബിലിറ്റീസ് ഓഫ് ചൈൽഡും അപ്പുറത്തുണ്ടാകും, എന്തും കൂടി ഉണ്ടാവും, ചിൽഡ്രൻസ് ഗ്രോത്ത് ആൻഡ് ഇൻട്രസ്റ്റ് ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഏത് മാച്ച് ചെയ്ത് കൊടുക്കണം? പലരും എന്ത് ചെയ്തിട്ടുള്ളതെന്നറിയോ? കുട്ടികളുടെ എബിലിറ്റീസിന് കൊണ്ടുപോയി ഡെവലപ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു ഇത് നിങ്ങൾക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് എടുത്തു പറയുന്നതാണ്, ചൈൽഡ്സ് ഗ്രോത്ത് ആൻഡ് ഇൻട്രസ്റ്റ് ആണ് ഏതിന് മാച്ച് ആവാ? അവരുടെ അഭിരുചി. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അവരെ അഭിരുചി, താല്പര്യം. ഓക്കെ, ഇതൊക്കെ അതിൽ വരും. അത് ഏതാണ് പറഞ്ഞ മക്കളെ? ഡെവലപ്മെന്റ് റെക്കോർഡിലാണ് കേട്ടാ, മറക്കരുത്. അടുത്തതാണ് ഹെൽത്ത് രജിസ്റ്റർ. ഇതൊക്കെ ജസ്റ്റ് വായിച്ചു പോകാനുള്ളതേ ഉള്ളൂ. വൈദ്യ പരിശോധനയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് ഹെൽത്ത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടത്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കുട്ടികളുടെ ബ്ലഡ് ചെക്കിങ്, അത് ഇത്, വെയിറ്റ്, ഹൈറ്റ്, അതെല്ലാം നോക്കലില്ലേ? അതെല്ലാം ഇതിലേക്കാണ് വരിക. ഓക്കെ, അടുത്തത് കുട്ടിയുടെ പേര്. എന്തൊക്കെ ഇതിലേക്ക് വരണം? മെയിൻ ആയിട്ട് കുട്ടിയുടെ പേര് വരണം, രക്ഷിതാവിന്റെ പേര് വരണം, കുട്ടിയുടെ അഡ്രസ് അഥവാ മേൽവിലാസം വരണം, കുട്ടിയുടെ മതം, കുടുംബത്തിന്റെ വരുമാനം, കൊക്കപ്പുഴുവിന് ചികിത്സിച്ചിട്ടുണ്ടോ? നമ്മൾ കൊടുക്കാറില്ലേ? സ്കൂളിൽ നിന്ന് ഒരു ഗുളി കൊടുക്കാറില്ലേ കുട്ടികൾക്ക്? നിങ്ങളുടെ പെർമിഷൻ ഒക്കെ എടുത്തിട്ട് അത് കൊടുക്കാറുള്ളൂ. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് കൊടുക്കണം. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എപ്പോ കൊടുത്തു ഉണ്ടെങ്കിൽ അതിന്റെ വിവരം, ഓക്കെ, കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങളും ഇവയെല്ലാം മെയിലാ വരേണ്ടത് ഈ ഒരു ഹെൽത്ത് രജിസ്റ്ററിൽ. കുട്ടികളുടെ ആരോഗ്യം അത് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും അല്ലെ, ജസ്റ്റ് അങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. എന്നിവയെല്ലാം ഈ രജിസ്റ്ററിൽ എഴുതേണ്ടതാണ്. ഓരോ തവണയും വൈദ്യ പരിശോധന നടത്തുമ്പോൾ ഈ രജിസ്റ്റർ ഡോക്ടറെ കാണിക്കണം. പുതിയ പുതിയ ഡോക്ടേഴ്സ് ഇങ്ങനെ വരുമല്ലോ, എല്ലാ വർഷവും വരൂലെങ്കിലും ഒരു ഇടവിട്ടിട്ട് ഇങ്ങനെ ഡോക്ടേഴ്സ് വരുന്ന ഒരു സംഭവം ഉണ്ട് സ്കൂളിലേക്ക്, ഫുൾ ഹെൽത്ത് ചെക്കപ്പ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇത് ആദ്യത്തത് ഈ കുട്ടിക്ക് കാണിക്കണം. ഈ കുട്ടി നമ്മളിപ്പോ ഒരു ഡോക്ടറെ കാണിക്കുന്നു, രണ്ടാമത് പോകുമ്പോൾ, രണ്ടാമതിന്റെ ഒരു 2 മാസം കഴിഞ്ഞിട്ട് പോകുന്നതാണെങ്കിൽ പോലും നമ്മൾ അതൊന്ന് കീപ്പ് ചെയ്യില്ല. ആ ഇതും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു അസുഖമാണെന്നുണ്ടെങ്കിൽ. അതുപോലെ ഈ കുട്ടിക്ക് മുൻപ് എടുത്ത ചികിത്സകളും മുമ്പ് എടുത്ത മെഡിസിൻസ് എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ കുട്ടിയുടെ ആദ്യത്തെ നിലവാരം എങ്ങനെയായിരുന്നു, ആരോഗ്യസ്ഥിതി എങ്ങനെയാന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഹെൽത്ത് രജിസ്റ്ററും കൊണ്ടേ അടുത്ത ഡോക്ടർക്ക് കുട്ടിയെ കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഓക്കെ, അടുത്തതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം. 5 മാർക്കിന്റെ സാധനമാണ്, ചിലപ്പം 10 മാർക്കിന് വന്നേക്കാം. വ്യക്തി പഠനം അഥവാ ഇൻഡിവിജ്വൽ ലേണിംഗ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സ്റ്റഡി. ഈ 2 വേർഡിലും ക്വസ്റ്റ്യൻ വന്നേക്കാം. ഓക്കെ, ഇൻഡിവിജ്വൽ ലേണിംഗ് എന്താ നോക്കാം. സാധാരണ കുട്ടികൾക്ക് യോജിക്കാത്തതും സങ്കീർണവുമായ സംഭവവും സ്വഭാവവും എന്നാണ്, പെരുമാറ്റ രീതികളും ഉള്ള വിദ്യാർത്ഥികളെ വിലയിരുത്തുന്നതിനുള്ള മാർഗമാണ് വ്യക്തി പഠനം. അഥവാ നമ്മൾ വിചാരിക്കും, ഇപ്പൊ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുക നിങ്ങളുടെ മുന്നിൽ വരുന്ന എല്ലാ കുട്ടികളും ഒരേപോലെ ആയിരിക്കുമോ? എന്താ പറയാ? അല്ല. നോ. ഒരിക്കലും അല്ല, എല്ലാവരും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഈ കൂട്ടത്തില് ചില കുട്ടികൾ ഉണ്ടാവും അസ്വാഭാവികമായ, അതായത് ആ ഒരു പ്രായത്തിനൊക്കാത്ത സ്വഭാവമുള്ള പെരുമാറ്റമുള്ള കുട്ടികൾ അല്ലെ. അവർക്ക് എന്ത് പറയും? ബിഹേവിയറൽ ഇഷ്യൂസ് ഉള്ള കുട്ടികൾ അല്ലെ. ADHD അല്ലെങ്കിൽ എന്താണ് സാഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സെപ്പറേഷണൽ ആൻസൈറ്റി ഡിസോർഡർ ഒക്കെയാണ്. അങ്ങനെ കുറെ ഡിസോർഡേഴ്സ് ഉണ്ട്. നിങ്ങൾ പഠിക്കും ചൈൽഡ് സൈക്കോളജിയിൽ, എവിടെയാണാവോ നിങ്ങൾ അതൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. കാര്യമായിട്ട് ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അറിഞ്ഞു പോവാനേ ഉള്ളൂ കേട്ടാ. ഇതിനൊക്കെ പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് തന്നെ ഒരു ശാഖ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞു വരുമ്പോ എന്താ അതുപോലെ ഏറ്റവും കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം കോണ്ടാക്ട് ഡിസോർഡർ അല്ലെങ്കിൽ കണ്ടക്ട് ഡിസോർഡർ എന്നൊക്കെ പറയും. 2 രീതിയിലും പറയും. കോണ്ടാക്ട് ഡിസോർഡർ എന്നാണ് പൊതുവെ പറയാ. ഇത് ഭയങ്കര പ്രശ്നമാണ്.
കുട്ടികൾക്ക് ഇതുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ കുട്ടികളെ കൊണ്ട് പാരന്റ്സ് ഒക്കെ ഭയങ്കര ഇടങ്ങാറാവും. പിന്നെ ടീച്ചറിന്റെ അവസ്ഥ പറയാനില്ലല്ലോ, ഊഹിക്കാലോ അല്ലെ. ഓക്കെ, എന്താ ഇത് കോണ്ടാക്ട് ഡിസോർഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് ഭയങ്കര അക്രമാസക്തമായ പെരുമാറ്റമായിരിക്കും. കാണുന്നവരെയൊക്കെ ഉപദ്രവിക്കുക, ഒരു ജീവികളെ ഇവര് വെറുതെ വിടൂല. അതുപോലെ മോഷണം പോലെയുള്ള സ്വഭാവം, അത് ആ കുട്ടിന്റെ മോശ സ്വഭാവമല്ല, അവരുടെ ഈ ഒരു പ്രശ്നമാണ്. ഈ ഒരു പ്രോബ്ലം കൊണ്ടാണ് ഈ കുട്ടി ചെയ്യുന്നത്. മോഷണം, അടുത്തുള്ള കുട്ടീനെ ഉപദ്രവിക്കുക. അവർക്ക് ഒരു ഖേദമില്ല, ഒരാളോടും ആ സാധനം ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ ഈ കുട്ടികൾക്ക് എത്ര പണിഷ്മെന്റ് കൊടുത്താലും ഈ കുട്ടി ലെവലാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെയും കൊണ്ട് അനുഭവിക്കുന്ന ഒരുപാട് പാരന്റ്സിനെ കണ്ടിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികൾ വന്നേക്കാം. കാരണം ഇതിനൊക്കെ ഒരു സിവിയാരിറ്റി ഉണ്ട്. ചെറിയ മൈൽഡ് ലെവലിൽ ഉണ്ടാവും, ഒരു മോഡറേറ്റ് ലെവലിൽ ഉണ്ടാവും, ഒരു ഹൈ ലെവലിലും ഉണ്ടാവും. അപ്പൊ ഈ ഹൈ ലെവലാണ് പണി തരാം. പക്ഷെ ഈ മോഡറേറ്റ് അല്ലെങ്കിൽ മൈൽഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിലോ എല്ലാ സമയത്തും ഇത് കാണിക്കൂല. അത് നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ കഴിയൂല ഇത് ഇന്ന കുട്ടിയാണ്, ഇന്ന കാറ്റഗറി ആണെന്നുള്ളത്. പക്ഷെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി പഠനം നമ്മളെ സഹായിക്കുന്നത്. ആ കുട്ടിനെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് ആ കുട്ടിന്റെ ആ ഒരു ഹിസ്റ്ററി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുട്ടിക്ക് ഇതാണ് ഇഷ്യൂ, ഈ പ്രോബ്ലം കൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്, ഈ ഒരു വ്യക്തി പഠനം എന്ന് പറയുന്ന രജിസ്റ്റർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? അതുവരെ മനസ്സിലായല്ലോ? ഓക്കെ. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ചില കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്, ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ അറിയില്ല, സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ് എന്ന് പറയും. കേട്ടിക്കോ? ഇതുവരെ കേട്ടിട്ടില്ല എന്നുണ്ടോ ഓരോ ആൾക്കാരുടെ എക്സ്പ്രഷൻ കാണും, റൈറ്റ്? യെസ്. നമ്മൾ അറിഞ്ഞിരിക്കണം പഠന കേട്ടോ. പിന്നോക്കാവസ്ഥയല്ലേ മിസ്സേ? യെസ്, ഇതൊക്കെ പഠന പിന്നോക്കാവസ്ഥ പ്ലസ് എന്താ പറയാ, കുട്ടികളിലെ മൊത്തത്തിൽ പറയണെങ്കിൽ ഇവരുടെ ഈ ഒരു ഫീൽഡിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഈ പറയുന്നത്. ഇപ്പൊ സെപ്പറേഷണൽ ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞില്ലേ, അതെന്താ സംഭവം എന്ന് അറിയോ? ഞാൻ പറഞ്ഞുതരാം. നമ്മളൊന്ന് ചിന്തിക്കും കൂടി ചെയ്യലിനെ കുറിച്ചൊന്നും. കണ്ടാലും പഠിക്കും അത്രക്ക് അബദ്ധമാണ്. ഹലോ, കാരണം എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് വീഡിയോ ഓൺ ചെയ്യാണ്ട് അല്ലേ, രസമില്ല. ഓക്കെ, ഫൈൻ. അപ്പൊ പറഞ്ഞു വരുന്നത് സെപ്പറേഷണൽ ആൻസൈറ്റി ഡിസോർഡറിൽ തുടങ്ങാം. അതെന്ത് സാധനം അറിയോ? സാഡ് എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ടാവുമല്ലോ ഇല്ല? ഓക്കെ, കേട്ടവരുണ്ട്, കേൾക്കാത്തവരുണ്ട്. അതുപോലെ ADD ഉണ്ട്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ. നിങ്ങൾ ADHD എന്തായാലും കേട്ടിട്ടുണ്ടാവും, റൈറ്റ്? അതെന്തായാലും കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എന്താ നോക്കാം. ഇതെന്ന് വെച്ചാൽ ഇപ്പൊ സാഡ് എന്ന് പറയുന്ന സാധനം എന്താ അറിയോ? നമ്മള് ചില പാരന്റ്സ് എന്ത് ചെയ്യും, 2ാം ക്ലാസ് വരെ ഒരു സ്കൂളിൽ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്കൂൾ, അത് കഴിഞ്ഞിട്ട് 5ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു സ്കൂളിൽ ചിലപ്പടേ മാറ്റുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് അല്ലെ? പക്ഷെ ഈ പ്രോബ്ലം ഉള്ള ഈ കുട്ടിനെയാണ് നിങ്ങൾ ഇങ്ങനെ മാറ്റുന്നതെന്നുണ്ടെങ്കിൽ കുട്ടി ഭയങ്കരമായിട്ട് ഡൗൺ ആവും. ഡൗൺ ആന്ന് പറഞ്ഞാല് ലൈഫ് ലോങ് ഈ കുട്ടിന് ഇത് ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കും ഈ പ്രശ്നം. അതായത് ഒരു സ്ഥലത്ത് കംഫർട്ട് ആയി തുടങ്ങുമ്പോ അപ്പോഴായിരിക്കും നമ്മൾ പിടിച്ച് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവാം. ഈ കുട്ടിക്ക് പഠനത്തിൽ നിന്ന് മാത്രമല്ല, അവരെ ഉറക്കത്തിൽ, അവരെ ജീവിതചര്യയിൽ എല്ലാത്തിനും ഇത് എഫക്ട് ആവും. സെപ്പറേറ്റ് ആകുമ്പോൾ, ഒന്നിൽ നിന്ന് സെപ്പറേറ്റ് ആകുമ്പോൾ കിട്ടുന്ന ഒരു ആൻസൈറ്റിയിൽ ഈ കുട്ടിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. പ്രത്യേകിച്ച് പഠന പ്രശ്നമാണ് ഏറ്റവും പ്രശ്നം. പഠനത്തിൽ അവർ പിന്നെ കയറ്റി കൊണ്ടുവരാൻ നിങ്ങൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്യും. ഓക്കെ, ഇതിപ്പോ എത്ര അറിഞ്ഞാൽ ഇതിനെ കുറിച്ച് പഠിക്കണം കുറേ ഉണ്ട്. ഓക്കെ, അതുപോലെ ADD ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അറിയുമായിരിക്കും. അതായത് നമുക്ക് ADHD കുട്ടികളെ പിന്നെ നമുക്ക് കുറച്ചൊക്കെ കൺട്രോൾ മീൻസ് ഈ അറ്റൻഷന്റെ കാര്യത്തിൽ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി പറ്റും. കുറച്ച് ഇതൊക്കെ കൊടുത്തിട്ട്. ADD എന്ന് പറഞ്ഞാൽ അത്ര പോലും അറ്റൻഷൻ ഇല്ലാത്ത കുട്ടികളാ. പൊടിക്ക് പോലും അവർക്ക് അറ്റൻഷൻ ഉണ്ടാവില്ല. ഒന്ന് ഇങ്ങോട്ട് ഈ ലൈക്ക് എവിടുന്ന് ഞാനിപ്പോ ഇത്ര വരെ തല തിരിക്കുന്നത് അതിന്റെ അടുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടേക്ക് മൈൻഡ് പോകും. മനസ്സിലായില്ലേ? അതാണ് അവരുടെ അറ്റൻഷൻ. ഓക്കെ, അത് ഒന്ന്. ഇനി നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത് സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ്. നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. കാരണം ഇത് അറിയാണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു കുട്ടിനെയും കൊണ്ട് ഇങ്ങനെ ഉരുണ്ടിട്ട് കാര്യമില്ല. നിങ്ങളെ കൊണ്ടാവൂല അവരെ ലെവലാക്കാൻ. വെറുതെ എന്നിട്ട് നിങ്ങൾക്ക് നെഗറ്റിവിറ്റി വരേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഒരു കുട്ടി തുടർച്ചയായിട്ട് ഒന്നിലധികം സബ്ജക്റ്റുകളിൽ തുടർച്ചയായിട്ട് തോക്കാന്ന് വിചാരിക്കാം. എപ്പോഴും എത്ര നമ്മൾ ശ്രമിക്കാണ്ട് ഒരു പിന്നെ കാര്യമില്ല. വീട്ടിൽ നിന്നും പഠിപ്പിക്കുന്നില്ല, സ്കൂളിൽ നിന്നും പഠിപ്പിക്കുന്നില്ല, അതിനുശേഷം കുട്ടി തോക്കുന്നത്, അത് നമ്മളെ പ്രശ്നമാണ്, കുട്ടിന്റെ പ്രശ്നമല്ല. അത് നമ്മൾ മാക്സിമം കൊടുക്കുന്നുണ്ട്. വീട്ടിൽ നിന്നാണെങ്കിലും ക്ലാസ്സിൽ നിന്നാണെങ്കിലും കുട്ടിക്ക് അത്രയും നമ്മൾ കൊടുക്കുന്നുണ്ട്. ബട്ട് ഈ കുട്ടി നിരന്തരം കണ്ടിന്യൂസ് ആയിട്ട് ഒന്നിലധികം സബ്ജക്റ്റുകൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഈ കുട്ടിക്ക് സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ് ആണെന്ന് പറയാൻ പറ്റൂല. ഇവർക്ക് കുറച്ച് ലക്ഷണങ്ങളുണ്ട്. ഒന്ന് ഇൻഫീരിയാരിറ്റി കോംപ്ലക്സ്. എന്താ സാധനം അറിയോ? അറിയാം.
അതായത് ഒരാളെ മുന്നിൽ നിൽക്കാനുള്ള ഒരു മടി, ഒരു ബാക്ക് വലിവ്, അങ്ങനത്തെ അതിന് പറയാൻ ശുദ്ധ മലയാളത്തിൽ എന്ത് പറയുന്നത് എനിക്ക് അറിയില്ല. പൊതുവെ പറയാം എനിക്കൊരു ഭയങ്കര ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ് എന്ന് പറയും. ഒരു ചമ്മലാണ്, മീൻസ് ഒരു ചമ്മൽ തന്നെ നമുക്ക് ഏകദേശം അതിനെ പറയാം. എപ്പോ ഒരു ഉള്ളിലോട്ട് ഒളിച്ചു നിൽക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. ഒരു ഉമ്മാന്റെ കൂടെ സംസാരിക്കുന്ന സമയത്ത് ഉമ്മാന്റെ ബേക്കിൽ പോയി നിൽക്കും. എന്നെക്കൊന്നും ആവൂല, എന്നെ കൊണ്ടൊന്നും കഴിയൂല എന്നുള്ള സാധനമാണ് അവരുള്ളില്. യെസ്, ഇൻട്രോവേർട്ട് എല്ലാരും അങ്ങനെയല്ല കേട്ടോ. ഈ കുട്ടികൾ തീരെ വരൂല. ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പോ അങ്ങനത്തെ ഒരു വിഷയം ഇല്ല. പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവരെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ കുട്ടിക്ക് എന്തോ ഒരു ആരോഗ്യമില്ല, ഒരു ശേഷിയില്ലാത്തൊരു കുട്ടി. ലൈക്ക് ഇവിടെ ഫൈൻ മോട്ടോർ മസിൽ ആയിക്കോട്ടെ, ഈ ഗ്രോസ് മോട്ടോർ മസിൽ ആയിക്കോട്ടെ, അവർക്ക് അതിന് ശക്തി കുറവായിരിക്കും. ഒരു നടത്തത്തിൽ നമുക്ക് മനസ്സിലായി കുട്ടിക്ക് ഒരു ഉഷാറില്ലാത്ത നടത്തം, അല്ലെങ്കിൽ ഒരു ലൈക്ക് അങ്ങനത്തെ മീൻസ് ഒരു പെൻസിൽ ഹോൾഡ് ചെയ്യുന്ന സംഭവം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കുട്ടിക്ക് ഒരു വൃത്തിക്ക് പിടിക്കുന്നില്ല, ഒരു ഹാൻഡ് റൈറ്റിംഗ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങളുണ്ട്, പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. പക്ഷെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാധനം, അത് കണ്ടുപിടിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ ഒരു സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ്. നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. എത്ര നമ്മൾ അതിൽ സ്റ്റഡി നടത്തിയാലും നമുക്കൊരു കുറച്ച് ബാക്കിയുണ്ടാവും ഇത് തന്നെയാണോ എന്ന് നോക്കാൻ. ഓക്കെ, അതുകൊണ്ട് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ് സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ്. ഇത് കുറെ മെജോറിറ്റി കുട്ടികളിൽ ഈ സാധനം ഉണ്ട്, അത് വേറെ കാര്യം. മനസ്സിലായി? അവരെ പോസ്ചറിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ആൾക്കാരുണ്ട്. അവരെ റെമഡിയൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് എന്ന് വിളിക്കുന്നു. സോ നമുക്ക് ഇതിലേക്ക് പോവാം. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ അറിഞ്ഞു വെച്ചാൽ മാത്രം പോരെ, നമുക്ക് പാരന്റ്സിലേക്ക് കൺവേ ചെയ്ത് വെറുതെ കുട്ടിന്റെ ഭാവി കളയരുത് അല്ലെ. അവർക്ക് എന്ത് സപ്പോർട്ടാണോ വേണ്ടത്, മെന്റൽ സപ്പോർട്ട് ആണെങ്കിൽ അത്, ടീച്ചിങ് സപ്പോർട്ട്, ലേണിംഗ് സപ്പോർട്ട് ആണെങ്കിൽ അത്, അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് എന്താന്ന് അറിയണം. അല്ലെ ഇതിന്റെ ആ ഒരു വേര്, ആ ഒരു എന്തായാലും പറയടാ, ആ ഒരു സോഴ്സ് എന്താ പറയണ്ടേ, അതിന്റെ ഒരു അറ്റമില്ലേ, തുടക്കമില്ലേ, അത് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഈ റെക്കോർഡ്. നമുക്ക് നോക്കാം. ഓക്കെ, മാർഗമാണ് വ്യക്തിപഠനം. അനുസരണക്കേട്, മെയിൻ കോണ്ടാക്ട് ഡിസോർഡറിലുള്ള പ്രശ്നമാണ് അനുസരണക്കേട്. അനുസരിക്കുകയില്ല, അനുസരണക്കേടിന്റെ ഉസ്താദായിരിക്കും, അവരനുസരിക്കും. നിങ്ങൾ വിചാരിക്കും ഇത് വീട്ടിൽ നിന്ന് പഠിപ്പിക്കായിട്ടൊന്നും, അങ്ങനെ അതൊന്നല്ല, കുട്ടികളുടെ പ്രശ്നമാണ്. ഓക്കെ, പ്രതികാര മനോഭാവത്തോടു കൂടിയുള്ള പ്രവർത്തനം, ഇതൊക്കെ ആ സാധനത്തിന്റെ CD എന്ന് പറയാം കേട്ടോ. CD, കുട്ടിക്ക് CD ഉണ്ടെന്ന് പറയും, അങ്ങനെ പറയും. ഓക്കെ, കോണ്ടാക്ട് ഡിസോർഡർ. അപ്പൊ പറഞ്ഞു വരുമ്പോ ഈ കുട്ടികൾ ഭയങ്കര പ്രതികാരമായിരിക്കും. ചെറിയ നിസാര കാര്യത്തിനോട് മീൻസ് അവര് വേണമെങ്കിൽ കൊല്ലാൻ വരെ റെഡി ആയിരിക്കും. അങ്ങനെയുള്ള കുട്ടികളുടെ കയ്യിൽ നമ്മളെ മക്കളെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു. സോ ഇത് മിക്കവാറും ടീച്ചേഴ്സിന്റെ പരടിക്കാ വരാം. ഈ കുട്ടിനെ ശ്രദ്ധിച്ചില്ല, ആ കുട്ടി മറ്റേ കുട്ടിനെ അങ്ങനെ ചെയ്തു, ഈ കുട്ടി ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ലൈക്ക് അങ്ങനെ. അടുത്തത് മോഷണം നടത്തുക. ഇത് ഇവരെ സ്ഥിരം പരിപാടിയാ. ഏതാ ആ കുട്ടികളുടെ പ്രശ്നം, അവരുടെ എന്തോ ബ്രെയിൻ ടിഷ്യൂ എന്തോ ആണ്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. അപ്പൊ ഇവര് മോഷണം നടത്തുന്നത് പതിവായിരിക്കും. എന്നിങ്ങനെയുള്ള സ്വഭാവങ്ങളിൽ ചിലരിൽ കാണും. അവരുടെ പ്രവർത്തനം മനസ്സിലാക്കി അതിന്റെ പശ്ചാത്തലത്തിൽ പരിഹാരം കാണുകയാണ്. ഈ സാധനമാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, എന്തേനും അത് ആ പശ്ചാത്തലം കണ്ടുപിടിക്കുക എന്നുള്ളതാ. അവിടെ നിന്ന് നമ്മൾ പരിഹാരം കണ്ടെത്തണം. നമ്മളെ കയ്യിൽ നിൽക്കൂല ചിലത്, നോർമൽ ടീച്ചേഴ്സിന്റെ കയ്യിൽ നിൽക്കൂല. അപ്പൊ നമ്മൾ വേറെ ആൾക്കാരെ റെഫർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് അങ്ങനെ ഇന്നൊരാളുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ ADHD 30 days കൊണ്ട് എത്ര ഹൈ ലെവൽ സിവിയാരിറ്റി ഉള്ള കുട്ടികളാണെങ്കിലും മാറ്റി കൊടുക്കുന്ന ആൾ എനിക്കറിയാം. ഞാൻ അടുത്തേക്ക് റെഫർ ചെയ്ത് കൊടുക്കുക. ബിക്കോസ് ഒരു നോർമൽ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓൺലൈൻ ത്രൂ സെറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ റിയൽ മീറ്റിംഗ് വേണം കുട്ടികളെ കൊണ്ട്, നടക്കൂലല്ലോ എന്തായാലും. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഒരു കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, അപ്പോ കാണുകയാണ് വ്യക്തിപഠനത്തിന്റെ മുഖ്യമായ ലക്ഷ്യം. ഇതിന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിന് കുട്ടിയുടെ കുടുംബ പാരമ്പര്യവും ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ. കുടുംബ പാരമ്പര്യവും കായികവും സാമൂഹികവും വ്യക്തിപരവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളും സമഗ്രമായി പരിശോധിക്കേണ്ടി വരും. മനസ്സിലായോ? ഇതിനെന്ത് വേണം? ആദ്യം കുടുംബത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ പ്രശ്നമുണ്ടോ? ഓക്കെ, അല്ലെങ്കിൽ ഇത് ജനറ്റിക് ആയിട്ട് വരുന്നതുണ്ട് ചില കുട്ടികൾക്ക്. ഓക്കെ, അങ്ങനെ വരുന്ന ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തേലും ആണോ, അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളും കൊണ്ട് ഈ ഒരു ഒറ്റ CD മാത്രമല്ല പറയുന്നത് കേട്ടോ. നിങ്ങൾ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. എന്ത് പഠന പ്രശ്നവും ഈ പെരുമാറ്റ പ്രശ്നം എന്നായിട്ട് പറയാം, ബിഹേവിയറൽ ഇഷ്യൂസ്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് കുറെ എണ്ണം കിട്ടും, ബിഹേവിയറൽ ഇഷ്യൂസ് എന്തൊക്കെയാന്നുള്ളത്. ഓക്കെ, പിന്നെ കായികവും കായികം എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇതിൽ പറഞ്ഞു ഒരു അടയാളം എന്താ, ഒരു ലക്ഷണം എന്താ, കുട്ടിക്ക് മസിൽസിൽ നഫീസത്ത് മുത്തേ ഒന്നും മ്യൂട്ട് ചെയ്യണേടാ, എക്കോ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തേലും പറഞ്ഞേ. കായികം എന്ന് പറയുമ്പോ ഈ കുട്ടിക്ക് ഫിസിക്കലി ഈ ഒരു നഫീസത്ത്, ഞാൻ മ്യൂട്ട് ചെയ്യാം പിന്നെ.
എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ടിരിക്കണേ. അതായത് ഈ കുട്ടിയുടെ മസിൽസ് ഞാൻ പറഞ്ഞു കാണുമ്പോൾ തന്നെ പോസ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? പോസ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഒട്ടിക്കണ സാധനമാണോ? നോട്ടീസ് ആണോ? അല്ല. മുഖഭാവം ബോഡി ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജ് എന്ന് പറയാം. ഒരു പോസ്ചർ ഇപ്പൊ നമ്മൾ പറയുമ്പോ മോഹൻലാലിന്റെ പോസ്ചർ എന്താണെന്നറിയോ? ലൈക്ക് ഒന്ന് ചെറിഞ്ഞ് ആ സംഭവം ഇല്ലേ? ആ കാണുമ്പോ തന്നെ നമുക്ക് നമ്മൾ ഈ മിമിക്രി ആർട്ടിസ്റ്റിനെ പെട്ടെന്ന് ഒരു ചേഞ്ച് ആക്കുന്നതാണെന്നില്ല ടിം എന്ന് പറഞ്ഞ ആ ഒരു ഒറ്റ ഇതിൽ തന്നെ അതാണ് പോസ്ചർ. ഓരോരുത്തർക്ക് അവരവരുടെ പോസ്ചർ ഉണ്ട്. ഈ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സംതിങ് എന്തോ ഉണ്ട് എന്നുള്ളൊരു സംഭവം. ഈ കുട്ടിക്ക് എന്തോ ഒരു ലെവലില്ല. നമ്മൾ ആദ്യം വിചാരിക്കാൻ തിന്നാന്ന് കൊടുക്കില്ലേ, ലൈക്ക് ആ ഒരു ടൈപ്പ് ഓഫ് സംഭവമായിരിക്കും ഉണ്ടാവുക. ഒരു ഉഷാറില്ല, അല്ലെങ്കിൽ ഒരു സ്ലോ ലൈക്ക് അങ്ങനെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഒന്നിന്റെ ഞാൻ പറഞ്ഞത്. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ കുട്ടിന്റെ ഇത് നോക്കേണ്ടത് നമ്മള് ഈ ഒരു ശേഷി കായിക ശേഷി നോക്കണം. മറ്റത് എന്തെന്നാ കുട്ടിക്ക് ഓടാ ചാടാ അതെല്ലാം ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പിന്നെന്താണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്? സാമൂഹികവും, അതായത് നമ്മള് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ടോ? അവർക്ക് സോഷ്യൽ ഇന്ററാക്ഷൻ ലൈക്ക് ആ ഒരു സാധനം തീരില്ല. സോഷ്യൽ സ്കില്ല് ഒട്ടുമില്ലാത്ത കുട്ടികൾ, അവരൊരിക്കലും ആൾക്കാരായിട്ട് മിങ്കിൾ ആവില്ല. ഓരോ 5 ടൈപ്സ് ഓഫ് ഓട്ടിസം ഉണ്ട്. അറിയേണ്ടതാണ്. അപ്പൊ അതില് ഓരോന്നിനും ഓരോ ഇതാണ്. പക്ഷെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഒട്ടും ആൾക്കാരായിട്ട് മിങ്കിൾ ആവാത്ത ഒരു ടീമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം. കുറെ കുട്ടികൾ കളിക്കാം എന്ന് പറയുമ്പോൾ എല്ലാവരും ചാടി വരണം, പക്ഷെ ഒരു കുട്ടി മാത്രം മാറി നിൽക്കണം, ഇതിനോടൊന്നും ഒരു താല്പര്യം കാണിക്കുന്നില്ല. അപ്പൊ നമുക്ക് നോട്ടീസ് ചെയ്യും ഈ കുട്ടിക്ക് സംതിങ് പ്രോബ്ലം ഉണ്ട് എന്നുള്ള ഒരു ഇത് വരും നമ്മുടെ മൈൻഡിലോട്ട്. നെക്സ്റ്റ്, വ്യക്തിപരവും അത് സ്വന്തമായിട്ടുള്ള ആ കുട്ടിയുടെ എല്ലാ മൊത്തത്തിലുള്ള ആ ഒരു വ്യക്തിത്വത്തിന്റെ ഇതിൽ നമുക്ക് മനസ്സിലാവും ആ കുട്ടി കുറച്ച് ബാക്ക്വേർഡ് ആണെന്നുള്ളത്. ദെൻ വിദ്യാഭ്യാസപരവുമായിട്ട് അത് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഹന്നക്ക് ഉറക്കം വരുന്നുണ്ടോ? ഓക്കെ, ഹന്നിനെ കണ്ണാണുമ്പോ എനിക്ക് ഉറക്കം വരും. ഓക്കെ, ശരി. വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളും സമഗ്രമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിശോധിക്കേണ്ടി വരും. അതിനുവേണ്ടി ഒരു പ്രത്യേക രജിസ്റ്റർ സൂക്ഷിക്കേണ്ടതുണ്ട്. അതാണ് ഈ സാധനം. ഓക്കെ, അഭിമുഖ സംഭാഷണവും പരിശോധനകളിലൂടെ കിട്ടുന്ന വിവരങ്ങളും കേസ് സ്റ്റഡിയുടെ ഭാഗമാണ്. ഈ പ്രവൃത്തി വിജയമാവണമെങ്കിൽ അധ്യാപകർ, രക്ഷാകർത്താക്കൾ, സഹപാഠികൾ, കുട്ടികളുമായി ബന്ധപ്പെട്ട മറ്റു വ്യക്തികൾ എന്നിവരുടെ സഹായ സഹകരണം ആവശ്യമാണ്. അതായത് എങ്ങനെ ഇതെല്ലാം കിട്ടുക? ആ കുട്ടിനെ പിടിച്ചിരുത്തിയിട്ട് ഒറ്റ ഇരുത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? മുന്നാടിരുന്നേ നോക്കട്ടെ. ഒറ്റ തല മുതൽ കാല് വരെ നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനം എല്ലാം കിട്ടുമോ നമുക്ക്? ഇല്ല, ഒരിക്കലും കിട്ടൂല. ഇവന്റെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് എടുക്കണം. ഫുൾ ആൾക്കാർ, അവന്റെ ചുറ്റുവട്ടത്തിലെ ആൾക്കാർ എല്ലാരും നമുക്ക് കിട്ടണം. കേസ് സ്റ്റഡി നടത്തണം. കേസ് സ്റ്റഡി നടത്താൻ അറിയും നിങ്ങൾക്ക്? അവരെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മൊത്തം. ഇപ്പൊ ഒരു കുട്ടി ഒരു ഇഷ്യൂ ആയിട്ട് വരുന്ന സമയത്ത് കേസ് സ്റ്റഡി നടത്തൽ എങ്ങനെ അറിയും? നമ്പർ 1 എന്ന് പറയുമ്പോൾ കുട്ടിനെ മാത്രം ഇരുത്തിയിട്ട് നമ്മൾ കുറെ ഡീറ്റെയിൽസ് എടുക്കും. കുട്ടിനെ മാത്രം, അവിടെ പാരന്റ്സ് ഇല്ല, ആരും ഇല്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പാരന്റ്സിനെ മാത്രം എടുത്തിട്ട് ക്ലാസ് കുറെ നമ്മൾ എടുക്കും, കേസ് സ്റ്റഡി നടത്തും. പിന്നെ അമ്മനെ മാത്രം എടുത്തിട്ട് ഒരു കേസ് സ്റ്റഡി നടത്തും. ഓക്കെ, ഈ അമ്മനെ മാത്രം എടുത്തിട്ട് കേസ് സ്റ്റഡി നടത്തുന്നത് എന്തിനാ? ഇല്ല, അമ്മക്കല്ലേ കുട്ടി എങ്ങനെ? ഫുള്ളായിട്ട് ആ കുട്ടീനെ കുറിച്ചിട്ട് അമ്മന്റെ അത്ര വേറെ ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് മാത്രമല്ല ചില കാര്യങ്ങള് നമുക്ക് മെയിൻ സംഭവം എന്താ വേണ്ടേ അറിയോ? ഈ പ്രഗ്നൻസി പീരീഡിൽ നിങ്ങൾ എന്ത് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ, സ്ട്രെസ് ഉണ്ടായിട്ടുണ്ടോ? ഇത് ചിലപ്പോൾ ഹസ്ബൻഡിന്റെ മുന്നിൽ പറയാൻ പറ്റൂല. ഓക്കെ, മിക്കവാറും ഈ പുള്ളിക്കാരനായിരിക്കും ഏറ്റവും വലിയ സ്ട്രെസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആൾക്കത് പറയാൻ പറ്റൂല. സോ ഈ ഞാൻ പറയുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, പറഞ്ഞിട്ടുണ്ടോ ഒരു കുട്ടീടെ കാര്യം? ഈ ഒരു ഇല്ല, സാബിറ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുമ്പോ ഡെലിവറി. ഓക്കെ, ഞാൻ ഒരു ഇത് പറഞ്ഞു. എന്റെ സാറിന്റെ അടുത്ത് വന്ന ഒരു കേസാണ്. അതായത് ഒരു പെൺകുട്ടി, ഓക്കെ, നമ്മുടെ ആരുടെ മൊസീനാന്റെ ഒക്കെ ഒരു ഏജുള്ള ഒരു കുട്ടി. ഈ പെൺകുട്ടിനെ കൊണ്ട് പറയാന്നുണ്ടെങ്കിൽ പെൺകുട്ടിയിലേക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയിട്ടാ ഒരു പെണ്ണ്. അപ്പൊ ഈ പുള്ളിക്കാരി എന്ന് പറഞ്ഞാല് ആസ് എ ലേഡി ആൾക്ക് എല്ലാ ഭാഗ്യവും എല്ലാ ബ്ലെസ്സിങ്സും കൊടുത്തേക്ക്. അതായത് നല്ല ഹസ്ബൻഡ്, നല്ല മക്കള്, നന്നായി പഠിക്കും, നല്ല ഗൾഫിൽ സെറ്റിൽഡ് ആണ്, നല്ല പാരന്റ്സ്, എന്തുകൊണ്ടും ഹാപ്പി ലൈഫ്. ഓക്കെ, പുറത്തുനിന്ന് ഒരാൾ കണ്ട ഓളെ ലൈഫ് അല്ലേ, അങ്ങനെ വിചാരിക്കും. പക്ഷെ ഈ കുട്ടി എന്തിനായിരിക്കും പിന്നെ ഈ സാറിന്റെ അടുത്ത് വന്നിട്ടുണ്ടാവാ? പറഞ്ഞു തരട്ടെ.
ഈ പുള്ളിക്കാരുടെ കേസ് എന്താ വെച്ചാ, ഈ രാവിലെ എണീച്ച ഹസ്ബൻഡ് ജോലിക്ക് പോയി, മക്കള് സ്കൂളിലും പോയി, ഇവള് റൂമിൽ ഒറ്റക്കാവുമല്ലോ, ഗൾഫിലുള്ളവർക്കറിയാം. ഒറ്റക്കാവുന്ന സമയത്ത് ആൾക്കൊരു സംഭവം വരും, എനിക്കിപ്പൊ മരിക്കണം, എനിക്ക് ആരുമില്ല, എനിക്ക് ഇപ്പോ സൂയിസൈഡ് ചെയ്യണം, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു, ഞാൻ എങ്ങനെ ജീവിക്കും, ഈ സാധനമൊക്കെ എന്തിനാ നോക്ക്, നിങ്ങളൊന്ന് ആലോചിക്ക്. എന്തിനാ ഇവക്ക് ഈ സാധനം വരേണ്ട ആവശ്യമുണ്ടോ? കാരണം എല്ലാം കൊണ്ടും ഷീസ് ബ്ലെസ്ഡ്. ബട്ട് ആളുടെ ഉള്ളിൽ ഈ സാധനമാണ്, എനിക്ക് ഒന്നുമില്ല, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ട്, എനിക്ക് ആരേനെ അങ്ങോട്ട്. ഈ സാധനം വെറുതെ വരുന്ന, ഇവള് കൊറേ ട്രൈ ചെയ്ത് മീൻസ് കുറെ അറ്റംപ്റ്റ്, നമ്മൾ പറയില്ലേ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ട് പിടിച്ച് പിന്നോട്ട് വലിച്ച സിറ്റുവേഷൻ വരെ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്നതാണ്. ഇപ്പൊ ഇവളോട് ചോദിക്കുമ്പോ ഇവക്ക് അറിയുന്നില്ല എന്തിനാ എനിക്ക് ഈ ഒരു മൈൻഡ് വരുന്നെന്നുള്ളത്. ഒറ്റക്കാവാൻ പറ്റൂല പുള്ളിക്കാരി, ഇതാണ് ആളുടെ പ്രശ്നം. ഇത് എടുക്കാൻ വേണ്ടിയിട്ട് കുറെ ആളടുത്ത് പോയി 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 ലാസ്റ്റ് നമ്മുടെ ഡോക്ടറെ അടുത്ത് എത്തിയ സമയത്ത് സാറ് ഞങ്ങൾക്ക് സാർ അതെന്ന് പറഞ്ഞു, പാരന്റിനെ വിളിക്കണം, ഫസ്റ്റ് പാരന്റിനെ വിളിക്കും, ഇങ്ങനത്തെ ഇഷ്യൂസ് എല്ലാം വരുമ്പോ പാരന്റ്സിനെ വിളിക്കാം. ആളെ വിളിച്ചിട്ട് ചോദിച്ചു എന്തെങ്കിലും സ്ട്രെസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം, കുറെ ചോദിച്ച് ഈ പുള്ളിക്കാരി ഒരു തരത്തിലില്ല, ഞാൻ സ്ട്രെസ്ഡ് അല്ല, പ്രഗ്നൻസിയിൽ ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. അവസാനം എന്തെങ്കിലും ഇങ്ങനെ ഒരു തോട്ട് എപ്പോഴെങ്കിലും ഈ പാരന്റിന് വന്നിട്ടുണ്ടോന്ന് ചോദിച്ചു. ഇതേ സെയിം തോട്ട് നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് വന്നിട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ കാര്യം, ഇവള് 1.5 മാസത്തിലേക്ക് ഓള് ജനിച്ച് കുറച്ചായിട്ടേ ഉള്ളൂ. അത്ര ആവുമ്പോ തന്നെ ആളുടെ ഉപ്പാക്ക് ഒന്ന് ആക്സിഡന്റ് ആയി, ഡോക്ടർ പറഞ്ഞ് സൈഡ് തളർന്നു പോയിട്ടുണ്ടെങ്കിൽ സെറ്റ് ആവാൻ ചാൻസ് കുറവാണ്. ഓക്കെ, ഇങ്ങനെ വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഭയങ്കര കരച്ചിൽ വരും, സങ്കടം വരും, രാത്രി ഉറങ്ങാൻ പോകുമ്പോ ഞാൻ ഇങ്ങനെ കരയും, എനിക്ക് ഇങ്ങനെ ഈ സംഭവം വരാം. എന്ത്, ഞാൻ ഇനി എങ്ങനെ ജീവിക്കും, ഞാൻ എന്തിനാ ജീവിക്കുന്നത് ഇനി, അല്ല എനിക്ക് ആരാ ഉള്ള, ഇവര് പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെട്ടില്ലേ എന്ന് അറിയുമ്പോ എനിക്ക് ആകെയുള്ള ഒരു ആശ്വാസം ഈ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് കരയല. അപ്പൊ എനിക്ക് കുറച്ച് സമാധാനം കിട്ടി, ഇവളുണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ ചോദിച്ചു കുട്ടിയുടെ ഈ നിങ്ങൾ കരയുമ്പോ കണ്ണീര് വീഴുന്ന ഒരു പൊസിഷൻ മീൻസ് എങ്ങനെ നിങ്ങൾ കിടക്കാ, കുട്ടിനെ കടത്തിയിട്ടുണ്ടാവുക, കുട്ടീന്റെ ഒരു മൂർധാവിലേക്ക് അവിടേക്കായിരിക്കും ഉറ്റിട്ടുണ്ടാവുക എന്നുള്ളത്. ഇതൊക്കെയാണ് ഇന്ന് ഈ ഇവക്ക് ഇത്രയും സൗഭാഗ്യങ്ങൾ ഉണ്ടായിട്ടും ഈ ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ന് ഇവള് കഷ്ടപ്പെടുന്നത്. മനസ്സിലായില്ലേ? കൊറേ പാടുപെട്ടിട്ട് മാഷാഅല്ലാഹ് ഇപ്പൊ ആള് സെറ്റായി. സാറിന്റെ കൊറേ കഷ്ടപ്പാടുകൊണ്ട് സാർ ഞാൻ ഇത്ര വലിയൊരു കേസ് എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടായില്ല. കാരണം ഇത് മാറ്റിയെടുക്കാൻ സിമ്പിൾ പണിയല്ല, ഒരാളിൽ നിന്നും ഇങ്ങനെ കണക്ട് ആയി കിട്ടിയ സാധനമാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതായത് പെൺകുട്ടിയായിട്ട് ഇങ്ങനെ ആർക്കോ ഇങ്ങനെ കുഞ്ഞിനെ കൊടുക്കുന്ന സമയത്ത് പിന്തിരിച്ചു കൈ പിൻവലിച്ചെന്നോ, അതിന്റെ കേസിൽ പ്രശ്നമുണ്ടോ. നമ്മൾ ഈ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസി എന്നൊക്കെ പറയുന്നില്ലേ, ഇതൊക്കെ ഭയങ്കര ഡേഞ്ചർ. നിങ്ങൾക്ക് കുട്ടിനെ വേണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഒരു കാരണവശാല കുട്ടിനെ നിങ്ങൾ ട്രൈ ചെയ്യരുത്. സത്യസന്ധമായിട്ട് പറയാം, ഓപ്പൺ ആയിട്ട് പറയാം, ഒരിക്കലും ചെയ്യരുത്. ബിക്കോസ് നിങ്ങൾക്ക് ഇതിനെ വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ലെവലിലേക്ക് ആ കുട്ടി വളരുള്ളൂ. ഓക്കെ, അത്രയ്ക്ക് നിങ്ങൾക്ക് അതിനെ കൊണ്ട് ആ കുട്ടിനെ കൊണ്ട് ബുദ്ധിമുട്ട് വരും. ഓക്കെ, കുറെ ലൈഫിൽ അനുഭവങ്ങൾ കണ്ടിട്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് അത്രയും വേണം എന്നുള്ള സമയത്ത് ഒരു കുഞ്ഞ് ആയോക്കട്ടെ, അത്രയും അടിപൊളിയായിരിക്കും, നിങ്ങൾക്ക് അത് വേണ്ട പോലെ ആക്കി തരും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ആ കുട്ടിനെ കൊണ്ട് നിങ്ങൾ ഓയിലും തലവേദനവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കണക്റ്റഡ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ അടുത്ത് പറഞ്ഞല്ലോ എപ്പോഴാണ് നമ്മൾ പ്രിപ്പയർ ആവേണ്ടത് പ്രഗ്നൻസിക്ക്, ഓർക്കുന്നില്ലേ? അപ്പൊ ആ ഒരു മെന്റലി നിങ്ങൾ പ്രിപ്പയർ ആവാനുണ്ട്, ഫിസിക്കലി നമ്മൾ പ്രിപ്പയർ ആവാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ മക്കളെ, നമ്മളതോ ടൈം കഴിഞ്ഞു പോയി അല്ലെ കുറെയൊക്കെ, പക്ഷെ മക്കളിലെങ്കിലും ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേസ് സ്റ്റഡിയിലേക്ക് പോയപ്പോൾ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത്. കേസ് സ്റ്റഡി കഴിഞ്ഞാൽ നമ്മൾ അസസ്മെന്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ. അപ്പൊ ഈ അസസ്മെന്റിൽ നമ്മൾ നല്ല രസമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. അവിടെ ഐക്യു ഒക്കെ ടെസ്റ്റ് ചെയ്യും, നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ മോളെ കൊണ്ട് അങ്ങനെ ചെയ്യും. ചെറിയ മക്കൾ കേട്ടോ, വലിയ മക്കളടുത്ത് ചോദിച്ചാൽ പോയേ എന്ന് പറയും. അതായത് കുഞ്ഞു മക്കൾ 2.5-3 വയസ്സുള്ള കുട്ടികളോട് ചോദിക്കാം, ജെൻ ഒരു ദിവസം സ്കൂളിൽ വരുന്ന സമയത്ത് ഡോറ് ലോക്ക്ഡ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിക്കും, ഓക്കെ കേറി വരുന്ന സമയത്ത് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ മോട്ടറിൽ ഇങ്ങനെ വെള്ളം മറിഞ്ഞോണ്ടിരിക്കുന്ന, ഓക്കെ, അപ്പൊ ഉമ്മയില്ല വീട്ടിൽ, ആരും ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ, മോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ ഓള് ഇങ്ങനെ പറയണം, കുട്ടി എന്തെങ്കിലും, അതിപ്പോ മണ്ടത്തരം ആയിക്കോട്ടെ, ഓള് പറയണം ഞാൻ വലിയൊരു മരം എടുത്തിട്ട് അങ്ങനെ ഇത് അടിക്കുന്നോ, അങ്ങനെ എന്തെങ്കിലും ആൻസർ അവരെ സൈഡിൽ നിന്ന് വരണം, റെസ്പോൺസ് വരണം അവരെ സൈഡിൽ നിന്ന്. അതേ സമയത്ത് അവര് സൈലന്റ് ആണ്, അവർക്ക് ആൻസർ ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടി ഒന്നും കൂടി ബെറ്റർ ആവാനുണ്ട്. അതേസമയത്ത് എന്തെങ്കിലും ആൻസർ അവർ പറഞ്ഞോ, ഓക്കെ, അവർക്ക് എന്തുണ്ട്, ആ ഒരു സ്കിൽ ഉണ്ടെന്നുള്ള. മറ്റൊന്നാണ് എന്താണ് റീസണിങ് എബിലിറ്റി.
റീസണിങ് എബിലിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആ റീസണിങ് എബിലിറ്റി എന്ന് പറഞ്ഞാല് എന്താ പറയാ, ആ ഒരു കുട്ടിക്ക് നമ്മൾ ഒരു മരത്തിന് ആണി കയറ്റാൻ വേണ്ടി കൊടുക്കുകയാണ്. മരം ഉണ്ട് കുറച്ചൊരു ഒരു ഇതിലേക്ക് ഒരു സർഫേസിലേക്ക് നമ്മൾ എന്താ പറയുക, അതിലേക്ക് ഇങ്ങനെ ഒന്ന് ആണി അടിക്കുന്നു പറയാണേ. ഓക്കെ, ഇത് അടിച്ചോണ്ട് നിൽക്കുമ്പോ ഒരു 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 പോസ്റ്റ് എത്തപ്പോ അത് സ്റ്റക്കായി, അങ്ങോട്ട് പോകുന്നില്ല. ഓക്കെ, എന്താ ഈ ആ കുട്ടി, അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കും, എന്തുകൊണ്ട് അത് അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ളത് നമ്മൾ എന്താ മനസ്സിലാക്കുക? അവിടെ ഉണ്ടാവും എങ്ങനെ? അപ്പൊ എന്തോ ഹാർഡ് ആയിട്ടുള്ള എന്തോ ഉണ്ട്, ഇതിന് കടന്നു പോകാൻ പറ്റാത്ത എന്തോ പാറക്കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇരുമ്പോ കുറച്ച് ഹാർഡ് ആയിട്ടുള്ള എന്തോ ഉണ്ട്. പക്ഷെ ചില കുട്ടികൾ എന്ത് ചെയ്യും, ഇതില്ലാത്ത റീസണിങ് എബിലിറ്റി ഇല്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ അടിച്ചോണ്ടിരിക്കും. കേറുമ്പം കേറട്ടെ എന്ന് വെച്ചിട്ട് ഇത് അടിച്ചോണ്ടിരിക്കും. നമ്മുടെ അടുത്ത് ഇങ്ങനെ വഴക്കണ്ട, ഉമ്മ ഇത് കേട്ടിത്താ, ഉമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട, മോൻ അവിടെ എന്തെങ്കിലും ഉണ്ട്. പക്ഷെ ഇല്ല, ആ കുട്ടി അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കേട്ടിത്താ, ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ ഓക്കെ, നോർമലാ. ഒരു 4-5 വയസ്സ് കഴിഞ്ഞിട്ട് ഇത് തന്നെയാണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് റീസണിങ് എബിലിറ്റി എവിടെയില്ല. ബിക്കോസ് ഈ റീസണിങ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇരുത്തി പഠിപ്പിച്ച സാധനമല്ല. ആണോ? ആണോ? അല്ല. ഇപ്പൊ ഞാന് നീതുവിനോട് പറയണം, നീതു ഒരു ആപ്പിൾ കൈ കൊടുത്തിട്ട് ഇതിനെ കുറിച്ച് സംസാരിക്കും. നീതു എന്തൊക്കെ പറയും? എന്തൊക്കെ പറയും നീതു? മ്യൂട്ടാണല്ലോ. ആപ്പിൾ ആണ്, ആപ്പിളിന്റെ കളർ റെഡ് ആണ്. ആപ്പിള് ഹലോ, കേക്കുന്നില്ലേ മാം? മാം ഞാൻ അൺമ്യൂട്ട്. കേൾക്കുന്നുണ്ട്. ആണോ മാം? ആപ്പിള് റെഡ് കളറാണ്. ആപ്പിളിന്റെ ഷേപ്പ് പറഞ്ഞു കൊടുക്കും. ആപ്പിള് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ്. മധുരമാണ്, അതിന്റെ ടേസ്റ്റ് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഇനിയിപ്പോ ഞാൻ നീതിനോട് ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. മറ്റേ ഐസക് ന്യൂട്ടൻ വരെ അതിൽ ചിലപ്പം വരും അല്ലെ. പറഞ്ഞ് നമുക്ക് ഒരുപാട് പറയാനുണ്ടാവും ഇല്ലേ? ഉറപ്പായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച് പറ്റുള്ളൂ. ബിക്കോസ് മിസ്സസ് പറഞ്ഞതിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ, ഇതും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതില് എല്ലാം പറയും. ഈ സാധനം ഒന്നും നീതു LKG ഒറ്റ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചതോ അല്ലെങ്കിൽ വീട്ടില് ഒരിക്കൽ കഴിച്ചിട്ട് പഠിച്ചതോ അല്ലല്ലോ. ഇതിങ്ങനെ എന്താ പറയാ, കളക്ട് ചെയ്ത് ലാസ്റ്റ് ഒരു സംഭവം മനസ്സിലാക്കണതാണ്. ഇതാണ് ഈ റീസണിങ് എബിലിറ്റി. ഇത് നമ്മള് ഇതാണ് റീസൺ, ഇത് ഇന്നതുകൊണ്ടാണ്, ഇത് ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാം ഇങ്ങനെയാണ് അല്ലെ. അല്ലാണ്ട് ഈ കുട്ടി അപ്പുറത്ത് പാറയാണ്, പാറയ്ക്ക് ഇത്ര ഹാർഡാണ്, അതിലേക്ക് ആണി കയറലെന്ന് ഒറ്റ ഇരുത്തത്തിൽ നമ്മൾ പഠിപ്പിച്ച സാധനമല്ല. എപ്പോഴോ ഒരു പാറ കണ്ടു, എപ്പോഴോ ഒരു ആണി കണ്ടു, ഇത് ഇങ്ങനെ പോകുന്ന സാധനമാണെന്ന് മനസ്സിലായി. സ്റ്റക്ക് ആവണമെങ്കിൽ ഇങ്ങനെ ഹാർഡായിട്ട് എന്തെങ്കിലും വേണമെന്ന് എവിടെയോ മനസ്സിലായി. ഇതെല്ലാം എവിടെല്ലോ കിട്ടിയ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നയാ. ഓക്കെ, നമ്മൾ പഠിക്കാൻ പറയാറുണ്ട്, നമുക്കുള്ള അനുഭവങ്ങളാണ് ഏറ്റവും വലിയ പഠനം എന്നുള്ളത്. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനം റീസണിങ് എബിലിറ്റി. ഇതൊക്കെ ഉണ്ടോ നമ്മൾ കുട്ടിയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ഈ അസസ്മെന്റിൽ കേട്ടാ. ഒരുപാട് അസസ്മെന്റ്, ഇ കട്ട് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല. നിങ്ങൾ കുട്ടിക്ക് അറ്റൻഷൻ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇ കട്ട് അസസ്മെന്റ് എന്ന് പറയാ. നിങ്ങൾ ഇംഗ്ലീഷ് കുറച്ച് ബുക്കിലെ കുറച്ച് ഇക്വേഷനും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാ. എത്ര വരെ എണ്ണുമ്പോഴേക്ക് എത്ര ഈ കട്ട് ചെയ്യുന്നുണ്ട്, ഡിവൈഡഡ് ബൈ അങ്ങനെ എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, അത് അവിടെ കിടക്കട്ടെ. അപ്പൊ ഇങ്ങനെ ഈ കുട്ടീനെ കേസ് സ്റ്റഡി നടത്തണമെങ്കിൽ നമുക്ക് കുറച്ച് ആൾക്കാരുടെ ഹെൽപ്പ് വേണം. ആരൊക്കെയാ? അധ്യാപകർ. നമ്പർ 1 അധ്യാപകർ. ബിക്കോസ് ഞാൻ പറഞ്ഞു, നിങ്ങൾ ടീച്ചേഴ്സ് ആണ് കുട്ടികളുടെ കൂടെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാര്. നമ്മളപ്പോ നിങ്ങൾ പറയും പാരന്റ്സ് അല്ലേ, അവരുടെ അല്ലേ രാത്രിയൊക്കെ ഇല്ല, അവരുടെ കൂടെ ഉറങ്ങാണ്, അല്ലെങ്കിൽ ഇവര് കിച്ചണിലുള്ളപ്പോ അവര് വേറെ ഏതോ സ്ഥലത്താണ്. പക്ഷെ ടീച്ചർ എന്ന് പറയുമ്പോ എസ്പെഷ്യലി പ്രീ സ്കൂൾ ടീച്ചർ എന്താ പറയാ, ഉള്ള സമയം എപ്പോഴും നിങ്ങൾ എപ്പോഴും ഒരുമിച്ചാ ഉള്ളത്. നിങ്ങളുടെ കൺവട്ടത്ത് തന്നെ അവരെപ്പോഴും ഉണ്ട്. ഓക്കെ, ഇവൻ ലഞ്ച് കഴിക്കുമ്പോൾ പോലും ഒരു കണ്ണാടെ ഉണ്ടാവാം, ഇങ്ങനെ നോക്കുന്നുണ്ടാവും എന്തായി എന്നുള്ള. ശരിയല്ലേ? അത്രയും നമ്മൾ അവരുമായിട്ട് കണക്റ്റഡ് ആ. സോ ഏറ്റവും കൂടുതൽ ഈ കുട്ടീനെ അറിയുന്നത് നമുക്ക് തന്നെയായിരിക്കും. അടുത്ത രക്ഷിതാക്കള്, ഉറപ്പായിട്ടും അതിൽ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ല. ദെൻ സഹപാഠികൾ, അവരുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് കുറെ കിട്ടാനുണ്ട്. കുട്ടി അക്രമാസക്തി ഉള്ള കുട്ടികളാണോ? ഓക്കെ, ഈ CD ഒക്കെ ഉള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള കുട്ടിന്റെ കോലം കാണാമെങ്കിൽ നിങ്ങൾക്ക് അത്രക്ക് അവസ്ഥയാക്കി വെക്കും. ഇവരുടെ ജീവികളൊക്കെ കണ്ടാലേ നമ്മൾ പറയും അതിന്റെ കാലനാന്ന് പറയും. ഇങ്ങനെയുള്ള ജീവികളുടെ കാലനാണ്, അല്ലെങ്കിൽ ഗസറായില എന്നൊക്കെ പറയും. മനസ്സിലായില്ലേ? അടുത്തത് കുട്ടികളുമായി ബന്ധപ്പെട്ട മറ്റു വ്യക്തികൾ എല്ലാരെയും നമുക്ക് കിട്ടണം. എന്നിവരുടെ സഹകരണം ആവശ്യമാണ്. ഇനി വിദ്യാർത്ഥിയുടെ
ആരോഗ്യാവസ്ഥ, സംഭാഷണ ശക്തി, അതൊക്കെ നമ്മൾ നോക്കണം കേട്ടാ. ആരോഗ്യാവസ്ഥ പറയുമ്പോ ആ കുട്ടിക്ക് എന്താ പറയാ ഹെൽത്ത് ഒക്കെ ഓക്കെ ആണ്, എവിടെയെങ്കിലും വേറെ പ്രശ്നങ്ങൾ ഉണ്ടോ നോക്കണം. സംഭാഷണ ശക്തി, നല്ല ക്ലാരിറ്റി, വേർബലി കുട്ടി നല്ല രീതിയിൽ സംസാരിക്കണം. അതൊക്കെ ക്ലാരിറ്റി ഇല്ലെങ്കിൽ പലതിന്റെയും ലക്ഷണങ്ങളായിരിക്കും. നമ്മൾ വിചാരിക്കും ഒക്കെ നോർമൽ, അതൊന്നും പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ എന്തിന്റെങ്കിലും ഒക്കെ ഒരു ഡിസോർഡറിന്റെ ഭാഗമായിട്ടൊക്കെ വന്നേക്കാം. ദെൻ ചിന്താശക്തി, IQ ലെവൽ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. സംഭാഷണത്തിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ അതൊരുപാടുണ്ട്. നമ്മൾ സ്പീച്ച് തെറാപ്പി ഒക്കെ കൊടുത്തിട്ട് റെഡിയാക്കാറില്ലേ. സംസാരത്തിലുള്ള കുറെ പ്രശ്നങ്ങൾ സംസാരത്തിൽ വരാറുണ്ട്. അപ്പോ അങ്ങനെ കുഴപ്പങ്ങൾ കാണാം. പിന്നെ വൈകാരിക ഭാവം, ഓരോന്നിനോടുള്ള ഒരു 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 കണക്ഷൻ, മീൻസ് നമ്മൾ പറയാ ഓരോന്നിനോടൊരു, എന്താണ് ഈ മലയാളം ശരിക്കും കിട്ടാത്തെ, അതന്നെ, ഓരോന്നിനോടുള്ള ഒരു വികാരം, ലൈക്ക് എന്താടാ പറയാ, അതന്നെ, എങ്ങനെ ഓരോന്നിനെ നോക്കി കാണുന്നു, അത്ര തന്നെ. ഫ്രണ്ട്സിനോട് എങ്ങനെ, പാരന്റ്സിനോട് എങ്ങനെ, ടീച്ചേഴ്സിനോട് എങ്ങനെ. നമുക്ക് സാഡ് ആവുന്ന സമയത്ത് സാഡ് ആവാം. ചില കുട്ടികളുണ്ട് പെയിൻ ഉള്ളപ്പോ ചിരിക്കുന്ന കുട്ടികളുണ്ട്. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് ആ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അങ്ങനെ ഓരോ പ്രശ്നമുള്ള കുട്ടികൾക്കും പല രീതിയിലായിരിക്കും ഒരു വികാരം നമ്മൾ ഇതാക്കല്ലോ, എക്സ്പ്രസ് ആക്കുന്ന രീതി വേറെ ആയിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടാ. പിന്നെ രോഗവിവരം, അവർക്ക് വേറെ മറ്റ് അസുഖങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടോ എന്നുള്ളത്. സാമൂഹ്യ വിരുദ്ധ മനോഭാവം, അത് ഞാൻ പറഞ്ഞു, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളൊക്കെ അങ്ങനെയായിരിക്കും. സൊസൈറ്റിയുമായിട്ട് ഒരു തരത്തിൽ ഒത്തുപോകത്തില്ല. ഓക്കെ, പിന്നെന്താ, ഗാർഹിക പരിസ്ഥിതി, അത് വീട്ടിലെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്, അതും നമ്മൾ നോക്കണം. ചിലപ്പോ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെയും കുട്ടി ഇങ്ങനെയുള്ള പഠന പ്രശ്നങ്ങൾ കാണിക്കും കേട്ടാ. പെരുമാറ്റ പ്രശ്നങ്ങളും കാണിക്കും. കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കണം. സ്കൂളിന്റെ പരിധിയിൽ ഒതുങ്ങുന്നതല്ലെങ്കിൽ, അഥവാ നിങ്ങളെ കയ്യിൽ ഒതുങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു സ്കൂളിൽ ഒരു സ്പെഷ്യൽ ടീച്ചർ ഉണ്ടാവും ഇങ്ങനെയുള്ള കുട്ടികളെ സെറ്റാക്കാൻ. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ടാവും, ഒരു റെമഡിയൽ ടീച്ചേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ ക്ലാസ്സിൽ ഏതെങ്കിലും ഇങ്ങനെയുള്ള കുട്ടികൾ ഒരു ടൈം ആകുമ്പോൾ വേറെ ക്ലാസ്സിലേക്ക് പോയിട്ട് പഠിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഒരു ആദർശ് എന്നൊക്കെ പറഞ്ഞ ഒരു കൊച്ച്. അച്ചടാ, ആൾക്ക് എന്തായി എവിടെയാണെന്നറിയാൻ അറിയത്തില്ല. അപ്പൊ ഈ കുട്ടികളൊക്കെ എന്ത് ചെയ്യും, അങ്ങനെയുള്ള കുട്ടികൾ ഒരു വേറെ റൂമിലേക്ക് മാറ്റി, അവർക്ക് ആ ഒരു ഇതൊന്നും വരാണ്ട്, ആ ഒരു മറ്റുള്ള കുട്ടികളിൽ ഒരു ബുദ്ധിമുട്ട് വരാണ്ട് അവര് സെറ്റ് ആക്കും. അപ്പൊ അതിലും ഒതുങ്ങൂല ചിലത്. അതൊക്കെ ഒരു നോർമൽ ടീച്ചേഴ്സിനെ അവിടെ വെക്കാം. ഭയങ്കര ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനൊന്നും എന്തായാലും അവിടെ വെക്കാൻ വേണ്ടി പറ്റൂല. ക്ലിനിക്കലി അങ്ങനെ ഇരിക്കണവരൊക്കെ ആ ക്ലിനിക്കിൽ തന്നെ ഇരിക്കുള്ളൂ, അല്ലാണ്ട് ടീച്ചറായിട്ടൊന്നും വരൂല. അപ്പൊ ഇങ്ങനെയുള്ള ടീച്ചർ ഒരു ബേസ് എടുത്ത ടീച്ചർ ആയിരിക്കും മിക്കവാറും. റെമഡിയൽ ടീച്ചേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും. അപ്പൊ ഇനി അവരിലും നിൽക്കാത്തത് ഉണ്ടാവും ചിലപ്പോ. അവരെ കയ്യിൽ ഇപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ സ്പെഷ്യൽ സ്കൂളിലേക്ക് അയക്കേണ്ടി വരും ചിലപ്പോ. ഓക്കെ, നിങ്ങൾ കണ്ടില്ല, സ്പെഷ്യൽ സ്കൂൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കൽ നിങ്ങൾ വിസിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള കുട്ടികളും ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന ഓരോ കഷ്ടപ്പാടുള്ള കുട്ടികളും നിങ്ങൾക്കൊരു ഭയങ്കര പൂ പോലെ സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു, ഇതൊന്നും ഒന്നും അല്ലാന്ന് തോന്നുന്ന ഒരു ഇതിലേക്ക് വരും. ഞാൻ പോയിട്ടുണ്ട്. നമുക്കൊരു ഒരു സെമിനാർ അങ്ങനെ ഉണ്ടായിരുന്നു. പോയിട്ട് കണ്ടെത്തി അവിടെ നിന്നുള്ള സംഭവങ്ങൾ, അങ്ങനെയൊക്കെ കുറെ കഷ്ടപ്പെട്ടാണ് ഇവിടെ ഇരിക്കുന്നത്, വെറുതെ ഇരിക്കുന്നല്ലട്ടോ. ഞാൻ തന്നെ ഓർക്കുമ്പോ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തിരുന്നില്ലേ, ഇപ്പോഴാണ് നമുക്ക് ഓരോന്ന് ഓർത്തെടുക്കാൻ തന്നെ. അപ്പൊ വിദഗ്ധരുടെ സഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. നമ്മളെ കയ്യിൽ നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ വലിയ ഞാൻ ചെയ്തോളും, ഞാൻ ഏറ്റെടുത്തോളും എന്നൊക്കെ പറഞ്ഞ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു കേട്ടാ. ഈ അങ്ങനെ ഇതാക്കിയിട്ടല്ല, ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പോ റൈറ്റിംഗില് എന്റെ അടുത്ത് പറഞ്ഞു, ഇവളെ റൈറ്റിംഗ് എന്തോ ശരിയില്ല അങ്ങനെ. ഞാൻ പറഞ്ഞു ആൾക്ക് മറ്റേ സംഭവമാണ്, എന്താടാ, ഡിസ്ഗ്രാഫിക് ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പൊ ആള് പറഞ്ഞു അതൊന്നുമില്ല, ആള് നോർമൽ ടീച്ചറാ. ഓക്കെ, അതായത് ഇങ്ങനെ TTC ഇവിടെ തന്നെ ഇത് വന്ന കുട്ടിയായിരുന്നു. അപ്പൊ ആള് പറഞ്ഞു, നമുക്ക് ഞാൻ സെറ്റ് ആക്കിക്കോളും, നീ നോക്കണ്ട, അത് ഞാൻ റെഡി ആക്കിക്കോളും, ഞാൻ നോക്കിക്കോ, ഈ കൊല്ലം കഴിയുമ്പോഴേക്ക് ഞാൻ റെഡി ആവാൻ പറഞ്ഞ. മോളെ, അങ്ങനെ റെഡിയാകുന്ന സാധനം അല്ല ഇത്, നീ വിചാരിക്കണ അല്ല, ഇത് വേറെ ലെവൽ. ഓക്കെ, ആ കുട്ടിക്കായിട്ട് നമ്മൾ സ്പെഷ്യൽ കൊടുക്കേണ്ടി വരും. അതിന് വേറെ തന്നെ പേയ്മെന്റ് നമ്മൾ മേടിക്കണം. കാരണം അത്രയും ബുദ്ധിമുട്ടായി ഇവരൊക്കെ ലെവലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഞാൻ കരുതി ഇത്ര കോൺഫിഡന്റ് ആണെങ്കിൽ ചെയ്യട്ടെ, റെഡി ആക്കട്ടെ, നമുക്ക് അങ്ങനെ ഇതാക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ കുറെ പറഞ്ഞു നോക്കി. പക്ഷെ ഞാൻ പറഞ്ഞു, പാരന്റിനോട് സംസാരിച്ച് നമുക്ക് നോക്കാം, നമുക്ക് എടുക്കാം, അങ്ങനെ കുട്ടിനെ സെപ്പറേറ്റ് വേണ്ട ആവശ്യമില്ല, ഓളെ ഞാൻ നോക്കിക്കോളും, ഞാൻ സെറ്റ് ആയിക്കോളും എന്ന് പറഞ്ഞു. ആ കുട്ടിന്റെ പേപ്പർ നോക്കാനാണ് ഞാൻ ഏറ്റവും കഷ്ടപ്പെട്ടത്. സത്യം ഞാൻ പറയാം, കുറവായിട്ട് പറയുമല്ല. ഇങ്ങനെ നിങ്ങൾ ഒരാളെ കണ്ടുമുട്ടാണെങ്കിൽ നിങ്ങള് വലിയ നിങ്ങൾക്ക് അതിനുള്ള ക്വാളിഫിക്കേഷനോ അതിനുള്ള ഇതോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്തു ധൈര്യമായിട്ട്, അല്ലാണ്ട് അവരെ ലൈഫ് കളയാൻ നിൽക്കരുത്. ഈ കുട്ടിക്ക് എവിടെ ജോബ് കിട്ടാ? നിങ്ങൾ പറ, ടീച്ചറായിട്ട് എവിടെയെങ്കിലും ജോബ് കിട്ടോ? ഈ എഴുത്ത് പഠിപ്പിക്കുന്ന ടീച്ചറാണ്, ആദ്യമായിട്ട് എഴുത്ത് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് ഈ കുട്ടി. ഈ കുട്ടിക്ക് ഇപ്പോഴും റൈറ്റിംഗ് മീൻസ് നമുക്ക് പാസ്സാക്കാൻ, ആളെ ആൻസർ എഴുതിയിട്ടുണ്ടടാ, എല്ലാം ആൻസർ എഴുതി നമുക്ക് പാസ്സാക്കി വിടണം എന്തായാലും. എല്ലാ ആൻസറും ഉണ്ട്, പക്ഷെ എഴുത്ത് വന്നിട്ട് എല്ലാം നമ്മൾ ആ ഈന്ന് എഴുതിയ പോലെ ഉള്ളത്. മനസ്സിലായില്ലേ?
അങ്ങനെയാണ് ഉള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ അവരെ ലെവലാക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. പക്ഷെ എനിക്ക് ഈ ഒരു പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ എല്ലാരും ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റൂല. മാത്രമല്ല എനിക്ക് അതിനായിട്ട് ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു കമ്പനി കയറുമ്പോൾ വേറെ എവിടെയും നമ്മൾ ഇൻവോൾവ് ആവില്ല എന്ന് പറഞ്ഞ അഗ്രിമെന്റ് കൊടുക്കുന്നുണ്ട്. അവരെ പെർമിഷനും കൂടി എടുത്തിട്ടേ നമുക്ക് ഇങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു പാരന്റിനോട് സംസാരിച്ച് വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാം, ഞാൻ ഇറങ്ങിക്കോളാം. ബട്ട് അങ്ങനെ നമ്മള് ഒരാളുടെ ലൈഫ് കളയാൻ നിൽക്കരുത്. എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഹാൻഡ് റൈറ്റിങ്ങിന്റെ പ്രോബ്ലം ആണോ അത്? ഹാൻഡ് റൈറ്റിങ്ങിനല്ല, അവർക്ക് കുറെ പ്രശ്നം ഉണ്ടാവും. അവരെ അക്ഷരങ്ങൾക്കിടയിൽ ഭയങ്കര ഗ്യാപ്പ് ഉണ്ടാവും. ലെറ്റർ സൈസ് ഇല്ലേ, സൈസ് ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വലിയ ആന്നായിരിക്കും. ഇപ്പൊ ആനായത് ആ വല്ലതും നാ ഇച്ചിരി പൊടിയായിരിക്കും. ഓക്കെ, സെന്റൻസിനൊന്നും അറ്റത്ത് ഡോട്ട് ഉണ്ടാകത്തില്ല. ഇതൊരു സെന്റൻസ് ആണ് അല്ലെങ്കിൽ ഇതൊരു വേർഡാന്ന് നമുക്ക് തലകുത്തി മറിഞ്ഞാലും മനസ്സിലാവില്ല. സയൻസ് ഒക്കെ ഓക്കെ, യെസ്. മാത്രമല്ല ഒക്കെ മാറിപ്പോ അവർക്കൊരു വേർഡ്സ് എന്തൊക്കെ ഉണ്ടാവും. കുറെ കാറ്റഗറി ഉണ്ട്. ഈ ഡിസ്ഗ്രാഫിക്കിൽ തന്നെ പല ടൈപ്സ് ഓഫ് ഡിസ്ഗ്രാഫിയ ഉണ്ട്, മനസ്സിലായില്ലേ? അതൊക്കെ പഠിച്ച് ഇത്ര വലിയ വൈഡായിട്ടുള്ള ഇത്ര ഇതുള്ള ഒരു സംഭവം എടുത്തിട്ടാണ് ഞാൻ സെറ്റ് ആയിക്കൊള്ളാന്ന് ഒരാൾ പറഞ്ഞത്. പക്ഷെ അതെനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ പറഞ്ഞു പാരന്റിനോട് പറയാം, വേണ്ട 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 വേണ്ട, അതൊന്നും ആവശ്യമില്ല, ഞാൻ റെഡി ആയിക്കോളാം. പക്ഷെ എന്തായിന്ന് എനിക്കറിയില്ല. ഞാൻ അവരെ ഫോളോ അപ്പ് ചെയ്തില്ല, എനിക്ക് സങ്കടം വരും. കാരണം എനിക്ക് ഇടപെടാനും പറ്റില്ല. നമ്മള് ഹെൽപ്ലെസ് എന്ന് പറയില്ലേ, ആ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. ഓക്കെ, എന്നെ ഇടപെടാൻ സമ്മതിച്ചില്ല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ എഴുതുന്നത് നമുക്കപ്പം വായിച്ചെടുക്കാൻ ഞാൻ ബുദ്ധിമുട്ടായിരിക്കും. പറഞ്ഞുതരാം. ഈ കുട്ടി ഓരോ വർക്ക് എനിക്ക് തന്ന സമയത്ത് ഞാൻ മോൾ ഇങ്ങനെ അല്ല, ഇത് ഇങ്ങനെയല്ല ചെയ്യണം. അപ്പൊ പറയും, ഇന്ന് മിസ് എന്നോട് പറഞ്ഞല്ലോ അടിപൊളിയായിട്ട് ഞാൻ ചെയ്തു, സൂപ്പറാന്ന് പറഞ്ഞല്ലോ. ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെ? നിങ്ങൾ തന്നെ എന്റെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ചൊക്കെ. എനിക്ക് ഇപ്പോഴും ഭയങ്കര സങ്കടമുള്ള ഒരു കൊച്ചായത്. അങ്ങനെ ഒരാളെ ഭാവി നമ്മൾ തകർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ലെവലാക്കി കൊണ്ടുവരണമെങ്കിൽ അതിന്റെ ഒരു മെത്തേഡ് ഉണ്ട്. ഇപ്പോഴും കുഞ്ഞു ഭാവിയല്ല, ചെറിയ കുട്ടികളാണെങ്കിൽ നമുക്ക്, ഞാൻ നിങ്ങളുടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അവരെ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടാ കൊണ്ടുവരണ്ടേ എന്നുള്ളത്. പക്ഷെ ഞാനിപ്പോ ഹന്ന എനിക്ക് ഒരു വർക്ക് സബ്മിറ്റ് ചെയ്തിട്ട് ഹന്ന സൂപ്പർ അടിപൊളി, അത് ലെവലാക്കിയിട്ടില്ല. പക്ഷെ ഒരു സെറ്റ് ആവാണ്ട് തന്നെ ഹന്ന അടിപൊളി സൂപ്പർ എന്ന് പറയേണ്ട സമയമല്ല ഇത്. ഇത് ഏത് സമയം? നിങ്ങളൊരു ഒരു ഒരു തലമുറയെ വാർത്തെടുക്കേണ്ട ആൾക്കാരാണ്. നിങ്ങളൊരു വർക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെയല്ല, ഞാൻ ഇതല്ല പ്രതീക്ഷിച്ചത്. എനക്ക് പറയാം, എനിക്ക് ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് എനിക്ക് നിങ്ങളെ കാണും കൂടി ചെയ്യില്ല. ഈ വർഷത്തിനുള്ളിൽ തന്നെ ഞാൻ കാണുമെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പോഴും ഞാൻ നിങ്ങളെ തിരുത്തുന്ന എന്തിനാ? ബിക്കോസ് നിങ്ങളെ പ്രതീക്ഷിച്ച് ഒരു തലമുറ വരാനുണ്ട്. തലമുറ എന്ന് പറയുമ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങൾ എത്ര ആളുണ്ട്? 18 പേര്. ഈ 18 പേർക്ക് 25 അല്ലെങ്കിൽ 30 കുട്ടികളെ വെച്ച് നോക്കാം. ഓ, ഓക്കെ, ഞാൻ പറഞ്ഞു തരുന്നത്, ഇത്രയും ആൾക്കാർ, ഇത്രയും കുട്ടികൾ എന്ന് പറയുന്നത് തലമുറ, ഒരു സൊസൈറ്റിയാണ് അവര്. ഒരു നാടാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഇവരാണ് പിന്നീട് ആ നാട്ടില് എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യേണ്ടത്. ഇവരെ കൊണ്ടുപോയി നിങ്ങൾ വഴിതെറ്റിച്ചാൽ അതിനുള്ള ഇത് എനക്കും കൂടി കിട്ടും. അതേസമയത്ത് ഒരു കുട്ടി നല്ലതായാലോ അതിന്റെ ഒരു ഗുണവും എനിക്ക് കിട്ടും, അല്ലെ? സോ അതുകൊണ്ടാണ് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് അങ്ങനെ അത് ഞാൻ പറയണം വിചാരിച്ചേട്ടോ. മുന്നേ എന്തായാലും ഇങ്ങനെ ഒരു അവസരം കിട്ടി. അപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങളെ വർക്ക്സിൽ എന്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു സമയമാണിത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ആ ലെവലിൽ മാത്രമേ അതിനെ എടുക്കാണ്ടി പാടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് വന്നത് പിന്നെ ചരിത്രമായിരുന്നു. ഓഫ്, ഒന്നും പറയാനില്ല. നിങ്ങൾ തന്നെയല്ലേ ആ ടീം അത്രയും സെറ്റപ്പ് ആക്കിയിട്ട് സെറ്റാക്കിയ ആൾക്കാര്, അല്ലെ? ലൈഫ് സൈക്കിള്. യെസ്. സത്യം പറഞ്ഞാ ഞാൻ ഇത് ടീച്ചേഴ്സിന്റെ ക്ലീശ ഡയലോഗ് എന്ന് ചിലപ്പോ നിങ്ങൾ പറയും. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഉള്ള പോലെ പറയുള്ളൂ. ഇതുവരെ ഞാനിപ്പോ 7 വർഷമല്ലേ, 6ാമത്തെ വർഷം, 6-7ലേക്ക് കടന്നില്ല. അപ്പൊ ആ ഒരു വർഷത്തിനിടയ്ക്ക് ഇത്ര നല്ല വർക്ക് ലൈഫ് സൈക്കിള് കിട്ടിയത് നിങ്ങളുടെ അടുത്ത് തന്നെയാ. സത്യസന്ധമായിട്ട് പറയാം, അടിപൊളിയായിരുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരണി, നിങ്ങൾ അയക്കുന്ന വർക്ക്സിലാണെങ്കിൽ ചേഞ്ചസ് വരണം, ഞാൻ ചേഞ്ചസ് വരുത്തണം എന്ന് തന്നെ പറയും. അതിൽ ഒരാൾക്ക് കുറവ് തോന്നണ്ട. ഇത് നിങ്ങളുടെ മത്സരിക്കേണ്ട സ്ഥലമല്ല, നിങ്ങൾ ബെറ്റർ ആക്കേണ്ട സ്ഥലമാണ്. ഓക്കെ, അയ്യോ നീതു കണ്ടല്ലോ എന്നോട് പറഞ്ഞത്, അപ്പൊ മീതു എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മുസിൻ എന്ത് വിചാരിക്കും, നസ്രീൻ, അതില്ല. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ട്. അപ്പൊ നീതു പോയിട്ട് അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം, ഇത് ഇങ്ങനെ ചെയ്ത് നോക്കിയേ. ആ ഒരു ബോണ്ടിങ് ഇവിടെ വരട്ടെ കേട്ടോ. നിങ്ങളൊക്കെ ഏറ്റവും ബെസ്റ്റ്, അതായത് ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ എവിടുന്ന പഠിച്ചെടുത്ത NS എന്ന് പറയുമ്പോൾ എടുക്കുന്ന ലെവലിലേക്ക് നിങ്ങളെ ലെവൽ സെറ്റ് ആക്കണം എന്നാണ് എന്റെ ഡ്രീം.
ഓക്കെ, കുറേ ആൾക്കാർക്ക് ലൈക്ക് എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് മിസ്സേ, എന്റെ അടുത്ത് പറയാ നിങ്ങൾ ഓൺലൈനിൽ ഓഫ്ലൈനിൽ പഠിച്ചവരെക്കാളും ബെറ്റർ ഓൺലൈനാന്ന് പറയുന്നുണ്ട്. പണ്ടൊക്കെ എന്തായിരുന്നു ടോക്ക്? ഓൺലൈൻ അല്ലേ, അത്രേ ഉണ്ടാവുന്നതായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഓക്കെ, എവിടുന്ന് പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടികൾ, അതിനാണ് ഇതൊന്നും ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞത് ഇന്ന് പറഞ്ഞതിൽ ഒരു 90% ഞാൻ എന്റെ എടുത്ത് പറഞ്ഞാ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ പല കോഴ്സുകളും പലതും ഞാൻ എടുത്ത് തന്നതാ ഇപ്പൊ തന്നത്. അപ്പൊ ഈ പാഠത്തിൽ പഠിക്കുന്നതിനേക്കാളും കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇതിന്ന് കിട്ടും. കിട്ടിയവർക്ക് കിട്ടിയല്ലേ, തിരിഞ്ഞവർക്ക് തിരിയും, മറ്റുള്ളവര് നട്ടം തിരിയും. ഓക്കെ, നിങ്ങൾ ദയവ് ചെയ്ത് ലൈവ് സെഷൻസ് ഒഴിവാക്കരുത്. നസ്രീൻ എന്തോ ഡൗട്ട് ചോദിച്ചോ? ഞാൻ ചോദിച്ചത് അപ്പൊ ഈ ഇപ്പൊ അവര് എഴുതുന്നത് ഹാൻഡ് റൈറ്റ് നമുക്കത് റീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഞാൻ ചോദിച്ചത്. യെസ്, ഉറപ്പായിട്ടും ബുദ്ധിമുട്ടായിരിക്കും. അതൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെ കയ്യിലോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ധാരണയുള്ളവരുടെ കയ്യിലോ കിട്ടിയാൽ അത് ഓക്കെ. അതേസമയത്ത് ഒരു നോർമൽ ടീച്ചർക്ക് കിട്ടിയാല് പാടുപെടും. അവരപ്പൊ റൈറ്റിംഗിന്റെ ടൈമിംഗ് തൊട്ട് ഇവർക്ക് ഈ പ്രോബ്ലം ഉണ്ടായിരുന്നതായിരിക്കും. അതിങ്ങനെ അങ്ങനെയായി വരുന്നതാണോ? അവിടെ ബ്രെയിനിന്റെ ഇഷ്യൂ ആണിത്. അത് നിങ്ങൾ ഇനി എത്ര സെറ്റ് ചെയ്താലും അവിടെ മാനേജ്മെന്റ് കറക്റ്റ് കൊടുത്താലേ അത് ലെവലാവുള്ളൂ. ഓക്കെ, ചില കുട്ടി ടീച്ചേഴ്സ് ഇങ്ങനെ വഴക്ക് പറയും. ഞാൻ പറയട്ടെ, വലിയ കുട്ടിയായിട്ട് പോലും ഒരു 25 വയസ്സ് കഴിഞ്ഞാൽ പോലും ഇതേപോലെ തന്നെ. ഇപ്പൊ ഈ കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? ഈ കുട്ടിക്ക് ഒരുപാട് വയസ്സുണ്ട്. അപ്പൊ നിങ്ങളുടെയൊക്കെ ഏജ് തന്നെ ഉണ്ട്. ആ കുട്ടിയാണ് ഇങ്ങനെ ഇത്ര വരും. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിലും ആ പേപ്പർ എടുത്ത് മിസ്സായിട്ടുണ്ടാവും മിക്കവാറും. അത്രയും പക്ഷെ ഒരു എന്തായാലും ആ കുട്ടിക്ക് ടീച്ചിങ് ഈ ഒരു കരിയറിലേക്ക് വരാൻ വേണ്ടി പറ്റില്ല. ഞാൻ എഴുതി ഒപ്പിട്ട് ആ, തരാം. ആ. ഒരു കാര്യം ഒരു അപ്പൊ ഇപ്പൊ എന്റെ അടുത്തൊരു 10 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. അപ്പം മിസ് പറയുന്ന കേട്ടിട്ട് എനിക്ക് അവക്കെല്ലാം അറിയാം, പറഞ്ഞു കൊടുക്കുന്നതെല്ലാം നമുക്ക് ചോദിക്കുമ്പോൾ കുട്ടി ആൻസർ എല്ലാം തരുന്നുണ്ട്. പക്ഷെ അവളുടെ നോട്ട്ബുക്ക് നോക്കിയാലോ അവളുടെ ആൻസർ ഷീറ്റ് നോക്കിയാലോ നമുക്ക് ഒരു മാർക്ക് പോലും കൊടുക്കാൻ പറ്റില്ല. യെസ്, അത് മിക്കവാറും നമുക്ക് എഴുതി ഇടാനൊന്നും പറ്റില്ല. അതിന് നമുക്ക് കറക്റ്റ് അസസ്മെന്റും കാര്യങ്ങളൊക്കെ വേണം ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ. പക്ഷെ കേട്ട് വെച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും കുട്ടി എന്തൊക്കെ ഉണ്ടോ നോക്കണം. സെന്റൻസിന് ഒടുവിൽ കുത്തുണ്ടോ നോക്കണം, ഇതിന്റെ വേർഡ്സിനിടയിൽ ഗ്യാപ്പ് ഉണ്ടോ നോക്കണം, വേർഡ്സിന്റെ സൈസിങ് നോക്കണം. അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട് ഇത് നമ്മൾ കൺഫേം ആക്കാനായിട്ട്. അതെന്ന് വെച്ചാൽ ഇവരെ ബെറ്റർ ആക്കി കൊണ്ടുവരാന്നുണ്ടെങ്കിൽ അതൊരു റെമഡിയൽ ടീച്ചറെ കയ്യിൽ തന്നെ കിട്ടണം. അല്ലെങ്കിൽ നസ്രീന് ഒരു ത്രിബിൾ അല്ലെങ്കിൽ അതിനേക്കാളും വലിയ പണി തലയിൽ ആവും. ബിക്കോസ് അങ്ങനെയുള്ള കുട്ടികൾ ലെവലാക്കാൻ ചെറിയ ക്ഷമ പോരാ, നല്ല ഞാൻ ക്ഷമ. ഞാൻ എന്റേതായിട്ടുള്ള കോപ്പിയൊക്കെ കൊടുത്തു നോക്കി, പക്ഷെ ആള് അങ്ങ് വരുന്നേ ഇല്ല. പക്ഷെ അത് ലെവലാവില്ല. ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് ഹാൻഡ് റൈറ്റിങ്ങിന്റെ പ്രോബ്ലം ആണെന്നുള്ള. അപ്പൊ ഞാൻ അവരുടെ പേരൻസിനോട് പറഞ്ഞു ഹാൻഡ് റൈറ്റിംഗ് ബെറ്റർ ആക്കണം, അതിനുള്ള ടെക്സ്റ്റുകളൊക്കെ ഉണ്ട്, അത് വാങ്ങിയിട്ട് നിങ്ങൾ അതിൽ എഴുതിപ്പിച്ചൊക്കെ നോക്കണം. അത് പിന്നെ അതൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള കുട്ടികളെ മറ്റൊക്കെ അതിങ്ങനെ ഡോട്ടഡ് ലൈൻസിലൊക്കെ ചെയ്യിപ്പിക്കും. നോർമൽ കുട്ടികൾക്ക് കൊടുക്കുന്ന സാധനം കൊടുത്തവർക്ക് ഭയങ്കര ബ്രെയിൻ സ്ട്രെസ് ആവും. അവർക്കാവില്ല. അതായത് ഇവർക്ക് ആദ്യം വേണ്ടത് പ്ലെയിൻ പേപ്പറിൽ, അങ്ങനെ കുറെ മെത്തേഡ് ഞാൻ സിമ്പിൾ ആയിട്ട് ഒന്ന് ഓടിച്ച് പറയാന്നുണ്ടെങ്കിൽ പ്ലെയിൻ പേപ്പറിൽ എഴുതിപ്പിക്കുക. പിന്നെ അതിന്റെ നമ്മൾ എന്ത് ചെയ്യുക, അതിന് ഇച്ചിരി ലൈൻ ഇത്ര വിട്ടിട്ട് കൊടുക്കുക, ഇത്രയുള്ള ഗ്യാപ്പിൽ കൊടുക്കാം, അതിൽ എഴുതിപ്പിക്കുക. പിന്നെ ആ സൈസ് കുറച്ച് കൊണ്ടുവരാം, പിന്നെ കുറച്ച്, അങ്ങനെ കുറെ മെത്തേഡ്സ് ഉണ്ട്. കുറെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് എത്തുക, റൂട്ടിലേക്ക് എത്തുക. പിന്നെ ഗ്യാപ്പ് ഇടുന്നതിന് കുറെ മെത്തേഡ് ഉണ്ട്. ഇത് ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞെടുക്കാൻ പറ്റുന്നത് 2 കൊല്ലം കൊണ്ട് പഠിച്ചെടുത്തത് 1 സെക്കൻഡ് ഒരു 10 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ കുറെ, അതായത് ഒരു നോർമൽ മീൻസ് ഇതിനൊരു സിവിയാരിറ്റി ഉണ്ട്. ഈ കുട്ടിക്ക് കുറച്ച് ചെറിയ ലെവലായിരിക്കും, അതുകൊണ്ട് കുട്ടി പഠിക്കുന്നത്, ചില കുട്ടികൾ പഠിക്കാനും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അവർക്ക് അറ്റൻഷനും തീരെയില്ല. അറ്റൻഷൻ ഇല്ല. ഒരൊറ്റ സെക്കൻഡിൽ നമ്മൾ എന്നെ കണ്ണ് വെട്ടിച്ച ആള് വേറെ പണിക്ക് പോകും. ഈ ഓക്കെ, നിൽക്കുമ്പോ തന്നെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ചെയ്തോണ്ടേ നിൽക്കുള്ളൂ. ഓക്കെ. ഉറപ്പായിട്ടും ഡിസ്ഗ്രാഫിക് ആയിട്ടുള്ള കുട്ടിയോ അല്ലെങ്കിൽ എന്തേലും തരം ഒരു ലേണിംഗ് ഡിസേബിലിറ്റി കുട്ടിയിൽ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെ ഏൽപ്പിച്ചാലായിരിക്കും ബെറ്റർ ആവട്ടെ. ദയവേത് എന്റെ അടുത്ത് വരരുത്, ഐ എം നോട്ട് ഫ്രീ. ഓക്കെ, അപ്പൊ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ മിസ്സിനോട് ചോദിക്കാൻ വരുമായിരുന്നു. ഞാൻ കുട്ടി എഴുതിയിരിക്കുന്നത് പിന്നെ പിക്ക് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ മിസ്സിന് അത് എന്താണ് പ്രോബ്ലം എന്ന് പറയാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ഞാനിപ്പോ അവരുടെ പേരൻസിനോട് സജസ്റ്റ് ജസ്റ്റ് ഒരു ചെയ്യുകയാണെന്നുണ്ടെങ്കിലും. ഓക്കെ ജസ്റ്റ് അയച്ചു വെക്ക്. പക്ഷെ ആ നമുക്ക് കുട്ടിയെ കാണാണ്ടും അസസ് ചെയ്യാണ്ടും ഒന്നും പറ്റൂല. പിന്നെ ഇവർക്ക് സെഷൻ കൊടുക്കണമെങ്കിൽ ഒറ്റ കുട്ടിക്ക്, എനിക്ക് ഗ്രൂപ്പ് ക്ലാസ് എടുത്തിട്ടില്ലേ, ഒറ്റക്കുള്ള അല്ലെങ്കിൽ ഒരു 10 ആളുള്ള അതിലൊന്നും എനിക്ക് എടുക്കാൻ വേണ്ടി ഭയങ്കര ഒരു ചടപ്പാ. മാത്രമല്ല എനിക്ക് ഡെയിലി മെസ്സേജ് വരുന്നുണ്ട് അത് മാത്രമായിട്ട് പഠിപ്പിച്ച എത്ര വേണമെങ്കിൽ ഫീസ് തരാം, പക്ഷെ നമുക്ക്
ഒന്നിൽ നമ്മള് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒന്നിൽ ഫോക്കസ്ഡ് ആയാലും മാത്രം അങ്ങനെയാണ് ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ എന്റെ കുറെ സുഹൃത്തുക്കളുണ്ട്, എന്നോട് പഠിച്ച ആൾക്കാരുണ്ട്. അവരാരെങ്കിലും മതിയെങ്കിൽ ഇന്നലെ ആയിരുന്നു ഒരാൾ വന്നിട്ട് ചോദിച്ചു, മിസ് എനിക്ക് എന്റെ മോക്ക് ഇംഗ്ലീഷ് ഒക്കെ അറിയാം, പക്ഷെ ഒന്ന് ഒരു ജസ്റ്റ് ഒന്ന് കൈവച്ച് തന്നാ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ കൂടെ പഠിച്ച റെമഡിയൽ ടീച്ചറിന്റെ അനിയത്തിയുടെ കുട്ടീനെയാണ് നോക്കാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ആ മുറ്റത്തെ മുല്ലക്ക് മണമില്ലേ, ലൈക്ക് അങ്ങനെയായിട്ട് കുറെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ എന്റെ സിറ്റുവേഷൻ പറയാണ്, ഇപ്പൊ നിലവിൽ എനിക്ക് സമയമില്ല. ഞാൻ ആൾക്കാരെ വേണമെങ്കിൽ തരാം, അങ്ങനെയുള്ള ടീച്ചേഴ്സിനെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് തരാം. ഓക്കെ, ഞാൻ മിസ്സിനെ പിക്ക് അയച്ചു തരാം. അവളുടെ നോട്ട്സ് ഒന്ന് അതൊന്ന് കണ്ടിട്ട് അത് എന്താന്നൊന്ന് പറഞ്ഞാൽ മതി. അപ്പൊ എനിക്ക് ശരി പേരൻസിനോട് ശരി, പറയാലോ അതിന് വേണ്ടിട്ട്. ഓക്കെ 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 ഓക്കെ, അത് സെറ്റ് ചെയ്യാം, നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാം. വ്യക്തി പഠനം എന്ന് പറയുന്ന ഈ പോർഷൻ നിങ്ങൾ എന്ത് വില കൊടുത്തും പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. ഉറപ്പായിട്ട് വരും, 100% വന്നിരിക്കും. ഓക്കെ, വ്യക്തി പഠനം. അപ്പൊ ഇൻഡിവിജ്വൽ സ്റ്റഡി എന്നോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ലേണിംഗ് എന്നോ ആയിരിക്കും നിങ്ങൾക്ക് ഇത് വരിക. ഓക്കെ, ഇനിയിപ്പോ നമ്മളൊരു ചെറിയ പോർഷൻ ആണ് ബാക്കിയുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യാ, ഇതുവരെയുള്ള ഭാഗം നന്നായിട്ട് പഠിച്ചിട്ട് 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 യെസ് എക്സാമിന് പ്രിപ്പയർ ആയിട്ട് വരിക. ഓക്കെ, എക്സാമിന് പ്രിപ്പയർ ആയിട്ട് വരിക. ഈ റെക്കോർഡുകൾ തയ്യാറാക്കുന്ന ഇതൊന്ന് വായിച്ചിട്ട് വന്നേക്ക്. ജസ്റ്റ് ഞാൻ ഇടുന്ന എക്സ്പ്ലെയിൻ ചെയ്തുതരാം, പക്ഷെ ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് വരണം കേട്ടോ. ഓക്കെ, നോട്ട്സ് അത് തരുമോ മാം? കഴിഞ്ഞിട്ട് നമുക്ക് എന്തുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്തുണ്ട്, ആ ടെസ്റ്റ് ചാലഞ്ച്. നോട്ട്സ് തരുമോ? തരുമോ മാം? ചാലഞ്ച് 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 ഉണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ വർക്ക്സ് തന്നു ഞാൻ, പുതിയ വർക്ക് വേണ്ടേ? ലാസ്റ്റ് വന്നത് ലൈഫ് സൈക്കിൾ ആണ്. ലൈഫ് സൈക്കിൾ തന്നു, ഓൾ അബൌട്ട് മീ തന്നു. ഇനി അടുത്തതാണ് പാർട്സ് ഓഫ് അവർ ബോഡി. ഓക്കെ, പാർട്സ് ഓഫ് അവർ ബോഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എല്ലാ KG സ്കൂളിലും ചുമരിൽ ഇത് പേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സെന്ററിൽ ഒരു ക്യൂട്ട് ഫുൾ ബോഡി ഉള്ള ഒരു ബേബി ഉണ്ടാകും. പിന്നെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഓരോന്നിനെ സെപ്പറേറ്റ് വര വരച്ചിട്ട്, ആ സെറ്റപ്പ് അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഇങ്ങനെ ജസ്റ്റ് ചെറിയ കുട്ടികളെ പോലെ അതല്ല, ജസ്റ്റ് ഒരു ഏറോ മാർക്ക് ഇടുക, എന്നിട്ട് അവിടെ സെറ്റ് ആയിട്ട് ആ ഒരു പാർട്ട് സ്പെഷ്യൽ ആയിട്ട് വരക്കുക. ഐസ് ആണെങ്കിൽ ചെറിയൊരു ആരോ മാർക്ക് ഐസിൽ നിന്ന് ഇങ്ങനെ കൊടുത്തിട്ട് അവിടെ ഒരു റൗണ്ടിലോ സർക്കിളിന്റെ ഉള്ളിലോ മറ്റോ ആയിട്ട് ഒരു ഐ അവിടെ വരച്ചു കൊടുക്കണം. ഇതാണ് ഐന്ന് അവിടെ സ്പെസിഫൈ ചെയ്ത് കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. ഒരു ഫുൾ ചാർട്ടിലേക്കുള്ള വർക്ക് ആണ്. എങ്കിലും ഞാൻ പറയുമ്പോ ഫുൾ ചാർട്ടാണ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് ഈ പ്രസന്റ് ചെയ്യാൻ വേണ്ടിട്ട്, ഓൺലൈനിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ ഒരു ഹാഫ് ആയിരിക്കും ബെറ്റർ ആവുക. ഓക്കെ ഓക്കെ, ഒന്ന് നീറ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു നോർമൽ ആ ഒരു ഇതിലായിരിക്കും ബെറ്റർ ആവുക. നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ പകുതിയാക്കുക. ഒരു ചാർട്ടിനെ നേരെ പകുതിയാക്കിയിട്ട് നീളത്തിൽ ചെയ്യാം കേട്ടോ, വീതിക്കല്ല, നീളത്തിൽ ചെയ്യാം. കുത്തനെ വെക്കണം ഇങ്ങനെ. ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, അത് അടിപൊളിയാക്കിയിട്ട് വിറക്കുക, എന്നെ കൊണ്ട് രണ്ടാമത് തിരുത്തിപ്പിക്കാതിരിക്കുക. സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് അതിൽ എന്തൊക്കെ അടിപൊളി സെറ്റപ്പ് ആക്കാൻ വേണ്ടി പറ്റുമോ അതുപോലെ ചെയ്യണം. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാണ്, ഒരു കാരണവശാലും നിങ്ങളുടെ ഇങ്ങനെയുള്ള വർക്ക്സ് നിങ്ങൾ നശിപ്പിക്കരുത്. എന്താണ് ഇത്, നിങ്ങൾക്ക് ലാസ്റ്റ് വൈവ എക്സാമിന് പ്രസന്റ് ചെയ്യേണ്ടതാണ്. അവിടെ ഞാനായിരിക്കൂല ഉണ്ടാവുക, പുതിയ ടീച്ചറോ അല്ലെങ്കിൽ നിങ്ങളുടെ സാബറമസണോ നിങ്ങൾക്ക് ആളായിരിക്കും അതിന്റെ ഡ്യൂട്ടി ഉണ്ടാവുക. അതല്ലെങ്കിൽ വേറെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ് ഈ വർക്ക് പാർട്സ് ഓഫ് ബോഡി പറഞ്ഞോ? ഓക്കെ, പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടില്ല ഞങ്ങൾ. പറഞ്ഞിട്ടില്ല. ഇങ്ങനെ മോണ്ടിസോറിയുടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽസ് ആയിട്ട് ചെയ്തിട്ടില്ല. പറഞ്ഞിട്ടില്ല. ചെയ്യണം. ഞാൻ മുന്നേ നിങ്ങളത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് നിങ്ങള് വർക്ക് ഞാൻ തരുന്നത് ചെയ്തിട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്യാം. അവർ പറയുന്നത് അവർക്ക് സബ്മിറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷെ മോണ്ടിസറി ടീംസ് ഇവിടെ ഉണ്ടെങ്കിൽ അതിന്റെ ബേസിൽ എന്തെങ്കിലും അവിടെ ചോദിക്കാണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിക്കാം കേട്ടോ. ഇത് ഞാൻ കോമൺ ആയിട്ട് തരുന്ന വർക്കാണ്. PPTTC പ്ലസ് MTTC കോംബോ എല്ലാവർക്കും തരുന്നതാണ്. അപ്പോ MTTC ആ ഒരു പാർട്സ് ഓഫ് ബോഡി ചെയ്യുമ്പോ ഒന്ന് മാത്രം ചെയ്താൽ പോരെ? ഇപ്പൊ രണ്ട് നമുക്ക് ഒന്ന് മതി, ഒറ്റൊന്ന് മതി, രണ്ടാക്കും കൂടി ഒന്ന് മതി. പിന്നെന്ന് പറയുമ്പോ ബ്യൂട്ടിഫുൾ വർക്ക് വരാനുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നിങ്ങൾ എങ്ങനെ ചെയ്യും എന്നുള്ള ആ ഒരു എന്താ നമ്മളതിന് പറയാ, ആ ഒരു ഇതിലാണ് ഞാൻ ഉള്ളത്. ആ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ അതൊരു സാധനം അതിനെനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല. അതിലാണ് ഞാൻ ഉള്ളത്. നിങ്ങൾ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യും എന്നുള്ള ഒരു സാധനത്തിലാണ് ഉള്ളത് കേട്ടോ. അപ്പൊ നോക്കാം. എനിവേ, ഇതെന്തായാലും ഇതിൽ നമുക്ക് ഒരുപാടൊന്നും ഇടാൻ വേണ്ടി പറ്റില്ല. ലൈക്ക് നിങ്ങളുടെ
ഒരു ചിത്രം വരക്കാനുള്ള കഴിവ് തന്നെ ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ആരും ഒട്ടിച്ചിട്ടും പേസ്റ്റ് ചെയ്തിട്ടും ഒന്നും കൊണ്ടുവരണ്ട. അതൊന്നും ഞാൻ സ്വീകരിക്കില്ല. ബിക്കോസ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്കാണ് ഇവിടെ മാർക്ക്. ചുമ്മാ കൊണ്ടുപോയി ഒട്ടിക്കാൻ എന്റെ മോക്കും പറ്റും അല്ലേ? ആസ് എ ടീച്ചറൊക്കെ മതിയോ? പോരാ, ഞാൻ പറഞ്ഞു തന്നു. നിങ്ങളെ കാണുന്നത് ഒരു സ്റ്റുഡന്റ് ആയിട്ടല്ല, ഒരു ടീച്ചർ ആയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് ജോലി കിട്ടി. നിങ്ങൾ ആ നാളത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ സാധനമാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യും, അതുപോലെ അത് സെറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഗൈസ്. ഗുഡ് നൈറ്റ് ഓൾ. ബൈ. താങ്ക് യു മാം. Thank you, ma'am.